എൻ പ്രിയാ നിൻ പൊൻകരം എന്നെ താങ്ങി നടത്തിയിടും നാഥാ, എൻ ജീവിത ഭാരങ്ങളാ കേഴണമോ ഈ ഭൂവിൽ. എൻ ജീവിത ഭാരങ്ങളാ കേഴണമോ ഈ ഭൂവിൽ. എൻ വേദന മാറിയിടുമേ, എൻ രോഗങ്ങൾ നീങ്ങിടുമേ. എൻ വേദന മാറിയിടുമേ, എൻ രോഗങ്ങൾ നീങ്ങിടുമേ. ചാരിടുമ്പോൾ ഞാൻ എന്തു ഭാഗ്യവാനാ, അങ്ങേ മാർവിൽ ചാരിടുമ്പോൾ ഞാൻ എന്തു ഭാഗ്യവാനാ, അങ്ങേ മാർവിൽ ചാരിടുമ്പോൾ ഞാൻ എന്തു ഭാഗ്യവാനായി. എൻ പ്രിയാ നിൻ പൊൻകരം എന്നെ താങ്ങി നടത്തിയിടും നാഥാ, എൻ ജീവിത ഭാരങ്ങളാ കേഴണമോ ഈ ഭൂവിൽ. എൻ ജീവിത ഭാരങ്ങളാൽ കേഴണമോ ഈ ഭൂവിൽ. ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പിന്നെയും ഒരു സന്ധ്യാവേള കൂടെ നമ്മുടെ ജീവിതത്തിൽ സ്വർഗത്തിലെ വലിയവനായ ദൈവം നമുക്ക് ഒരുക്കി തന്ന കൃപകൾക്കായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പിന്നെയും സർവശക്തനായ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് സമ്പൂർണ്ണമായിട്ട് നമുക്ക് താഴ്ത്തി ഏൽപ്പിക്കാം. വചനദീപ്തി സാക്ഷ്യ കൂടാരത്തിലേക്ക് ഒരു പ്രാവശ്യം കൂടി കർത്താവ് നമ്മെ കൂട്ടി വരുത്തി. കർത്താവിന്റെ വലിയ സ്നേഹത്തിനും ദയയ്ക്കും വിശ്വസ്തയ്ക്കുമായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ ജീവിതത്തിൻ്റെതായ അനുനിമിഷവും കർത്താവ് താങ്ങി നടത്തുന്ന കൃപകൾ എത്ര വലിയതാണ്, അവന്റെ കരുണയുടെ കരം എത്ര വലിയതാണ്. ജീവിതത്തിന്റെ ഭാരങ്ങളുടെ വേളകളിലും പ്രയാസങ്ങളുടെ വേളകളിലും ആശ്വസിപ്പിക്കുന്ന കരവുമായിട്ട് നമ്മുടെ രോഗങ്ങളും വേദനകളും പ്രയാസങ്ങളും നമ്മുടെ ജീവിതത്തിന് നേർക്കുനേരെ ആഞ്ഞടിച്ചു കൊണ്ടിരിക്കുമ്പോൾ കർത്താവ് നല്ലവനും വിശ്വസനുമായി കൂടെ ഇരിക്കുന്ന കൃപകൾക്കായിട്ട് സ്തോത്രം ചെയ്ത് ഈ സന്ധ്യാവേളയെങ്കിൽ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ പ്രിയ പ്രേക്ഷകരെ, ഇന്ന് നമ്മുടെ നടുവിലേക്ക് അനുഗ്രഹീതമായ സാക്ഷ്യവുമായിട്ട് കർത്താവിന്റെ ദാസി ജയശ്രീ അനിൽകുമാർ കടന്നു വന്നിട്ടുണ്ട്. കർത്തദാസി ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്നു. വളരെ തിരക്കുകളുടെ നടുവിലും കർത്താവിന്റെ സാക്ഷ്യം വഹിക്കേണ്ടതിന് കർത്തദാസിയെ നമ്മോടൊത്ത് കൂട്ടി വരുത്തിയ സ്നേഹത്തിനായിട്ട് ഞാൻ സ്തോത്രം ചെയ്യുന്നു. കർത്തദാസി ഇന്ന് ഈ രാത്രി വേളയെങ്കിൽ ഞങ്ങളോടൊത്തായിരിക്കുന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. കർത്താവിന്റെ ദാസിയെ ഓർത്ത് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. വചനദീപ്തി പ്രേക്ഷകർ ഇന്ന് ഈ രാത്രി വേളയെങ്കിൽ കർത്തദാസിയുടെ സാക്ഷ്യം കേൾക്കുവാനായിട്ട് വളരെ ആഗ്രഹത്തോടെ ആയിരിക്കുകയാണ്. ഒരു നിമിഷം ആമേൻ. കർത്താവിന്റെ ദാസിയെ ഓർത്ത് ഞങ്ങൾ സ്തോത്രം ചെയ്യട്ടെ. കർത്താവെ, അങ്ങയുടെ ദാസിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അങ്ങയുടെ മകളെ ഇത്രത്തോളം ബലപ്പെടുത്തിയല്ലോ കർത്താവെ. അനേക തിരക്കുകളുടെ നടുവിലും കർത്താവ് കൃപയാൽ നിർത്തി പരിപാലിച്ചു. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇന്ന് ഞങ്ങളുടെ നടുവിലേക്ക് കർത്താവിന്റെ ദാസിയെ കർത്താവ് കൂട്ടി വരുത്തിയതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അങ്ങയുടെ ദാസിയെ ഇത്രത്തോളം ബലപ്പെടുത്തിയതിനായിട്ട് സ്തോത്രം. ഞങ്ങളുടെ നടുവിലേക്ക് കൂട്ടി വരുത്തിയതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ മകളെ ശക്തീകരിക്കണമേ. ആദ്യോടന്തം പരിശുദ്ധാത്മാവ് ഭരിച്ചു നടത്തേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സിസ്റ്റർ നെറ്റ്വർക്ക് എല്ലാം ഞങ്ങൾക്ക് അനുയോജ്യമാക്കി തരേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എല്ലാ നിലകളിലും ദൈവ സാന്നിധ്യത്തിന്റെ മറവിൽ മറയ്ക്കണമേ. ദൂരത്തും ചാരത്തുമായിരുന്ന ഈ സാക്ഷ്യം കേൾക്കുന്ന പ്രിയപ്പെട്ടവർ, ഇതര മീഡിയകളിലൂടെ ഈ സാക്ഷ്യം കേൾക്കുന്ന പ്രിയപ്പെട്ടവർ, ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലൂടെ ഈ സാക്ഷ്യം കേൾക്കുന്ന പ്രിയപ്പെട്ടവർ അനുഗ്രഹിക്കപ്പെടുവാൻ
ചെയ്യുവാൻ, അവരുടെ ജീവിതത്തിൻ്റെതായ ആവശ്യങ്ങളിൽ കർത്താവിന്റെ പ്രവൃത്തി വെളിപ്പെടുത്തുവാൻ ഞങ്ങൾ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഈ സാക്ഷ്യം എല്ലാവർക്കും ഒരു അനുഗ്രഹമായി മാറുവാൻ കർത്തൃകരങ്ങളിലേക്ക് ഏൽപ്പിക്കട്ടെ. അങ്ങ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. പ്രാർത്ഥന യാചനയും കേട്ടതിനായിട്ട് സ്തുതിക്കുന്നു. സകലമാന മഹത്വത്തോട് എടുക്കണമേ, യേശു ക്രിസ്തുവിൻ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പ്രിയ പ്രേക്ഷകരെ, നിങ്ങൾ തുടക്കം മുതൽ ഒടുക്കം വരെ സ്കിപ്പ് ചെയ്യാതെ സാക്ഷ്യം നിങ്ങൾ കേൾക്കുകയും നിങ്ങൾക്ക് ഇത് അനുഗ്രഹമായി മാറിയെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കണമേ എന്ന് ദൈവനാമത്തിൽ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ ദാസിയെ, ഇന്ന് ഞങ്ങളോടൊത്ത് കടന്നു വന്നിരിക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട്. വളരെ സ്നേഹത്തോടും ആദരവോടും കൂടി കർത്തദാസിയെ വചനദീപ്തി സാക്ഷി കൂടാരത്തിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. കർത്താവിന്റെ ദാസി എവിടെ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത് നമ്മുടെ പ്രേക്ഷകരുടെ അറിവിലേക്കായിട്ട് ഒരു വാക്കിൽ ഒന്ന് പറയാമോ? വീട്ടിൽ ആരൊക്കെയുണ്ട്? എന്റെ പേര് സിസ്റ്റർ പൗറൂൺ പറഞ്ഞു. എന്റെ വീട് കൊല്ലത്താണ്. 2 മക്കളുണ്ട്. എന്റെ ഹസ്ബൻഡ് അനിൽകുമാർ, അദ്ദേഹം ഒരു ജോലി ഉണ്ട്. കൊല്ലത്ത് നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത് അല്ലേ? അതെ. സ്തോത്രം. സിസ്റ്റർ ജോലി ചെയ്യുന്നുണ്ടോ? ഇല്ല, ഞാൻ ഹൗസ് വൈഫാണ്. ജീവിതത്തിലെ ഒരു ഹൗസ് വൈഫ് ആയിട്ടിരുന്നാലും ജോലി ചെയ്താലും ഏതൊക്കെ നിലയിലായിരുന്നാലും ക്രിസ്തീയ ജീവിതത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വിഭിന്നങ്ങളായ അനുഭവങ്ങൾ നമുക്ക് നേരിടേണ്ടതായിട്ട് വരുമല്ലേ? അപ്പോൾ ജീവിതത്തിൽ അനേക ആയിരങ്ങൾക്ക് മുൻപിൽ സാക്ഷിക്കുവാൻ അനേക സാക്ഷ്യങ്ങൾ ഉള്ളതായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. കർത്താവിന്റെ ദാസി ഇന്ന് ഞങ്ങളോടൊത്ത് ജോയിൻ ചെയ്തിരിക്കുന്നത് ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. കർത്താവിന്റെ ദാസിയുടെ ബാല്യകാലത്തെ കുറിച്ച് അല്പമാത്രമായിട്ട് ഒന്ന് പറയുവാൻ കഴിയുന്നുവെങ്കിൽ നന്നായിരുന്നു. ഏത് സിറ്റുവേഷനിൽ ജനിച്ചു, എങ്ങനെയാണ് ഈ വിശ്വാസത്തിലേക്ക് കടന്നു വന്നത്, ഒന്ന് നമ്മുടെ പ്രേക്ഷകരുടെ അറിവിലേക്കായിട്ട് പറഞ്ഞിട്ട് തുടർന്ന് കർത്താവിന്റെ ദാസിക്ക് മുൻപോട്ട് സാക്ഷ്യങ്ങൾ പറയുവാൻ അവസരമുണ്ടല്ലോ. ഞാന് ഒരു ഹൈന്ദവ വിശ്വാസത്തിൽ ജനിച്ചതാണ്. പാരമ്പര്യമായിട്ട് ഞങ്ങളൊരു ഹൈന്ദവ വിശ്വാസത്തിലാണ് ഞാൻ വളർന്നു വന്നത്. അതിൽ ഞങ്ങളുടെ കുടുംബത്തിനകത്ത് കുടുംബക്ഷേത്രം എല്ലാം ഉണ്ട്. അതായത് ഞങ്ങളായിരുന്ന വിശ്വാസത്തിന് വളരെ ഡീപ്പായിരുന്ന ഒരു കുടുംബമായിരുന്നു. എൻ്റെ അമ്മ അന്ന് ഭയങ്കര ദൈവവിശ്വാസിയായിരുന്നു ഞങ്ങളെല്ലാവരും തന്നെ. ആ സമയത്ത് എൻ്റെ വീടിന്റെ ഫ്രണ്ട് റോഡാണ്. റോഡിന്റെ അപ്പുറത്തെ സൈഡ് മൊത്തം ക്രിസ്ത്യൻസ് ആണ്. അപ്പൊ അവിടെ ഈ സന്ധ്യക്ക് പ്രാർത്ഥന നടക്കും. പ്രാർത്ഥന എന്ന് വെച്ചാൽ സന്ധ്യ പ്രാർത്ഥനയിൽ അവരെ ആരാധനയുണ്ട്. ആരാധന ആ പാട്ട് പാടുമ്പോൾ എന്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ജീവൻ ഇങ്ങനെ പോകുമായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അത് കേൾക്കാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഗേറ്റിന്റെ അടുത്ത് പോയി നിൽക്കുമായിരുന്നു. ചെറുതില്ല, ഞാൻ പഠിക്കുന്ന സമയത്ത്. അത് കഴിഞ്ഞിട്ട് എൻ്റെ വീട്ടില് എനിക്ക് സഹായിക്കാൻ വരുന്ന ഒരു അമ്മച്ചിയുണ്ട്. വൈകിട്ടൊരു പെൺകുട്ടി വരും, അവരുടെ പയ്യനുണ്ട്. അവരെല്ലാവരും ക്രിസ്ത്യൻസ് ആണ്. ഇവരുമായിട്ടാണ് ഞങ്ങളുടെ വീട്ടിൽ കൂടുതൽ കോണ്ടാക്ട്. അതേപോലെ ഓപ്പോസിറ്റ് സൈഡ്, അപ്പുറത്തെ സൈഡ് ഞങ്ങൾക്കൊരു അമ്പലമുണ്ട്. എൻ്റെ കൊട്ടാരക്കര പുത്തൂരാണ് എൻ്റെ വീട്. തൊട്ടപ്പുറത്തൊരു അമ്പലമുണ്ട്. അപ്പൊ അമ്പലത്തില് അതായത് ഞങ്ങൾ രണ്ടിന്റെയും മിഡിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. അപ്പോൾ എനിക്ക് ഈ പാട്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു, ക്രിസ്ത്യൻ പാട്ട്. അതേ ഉള്ളൂ എനിക്ക് ചെറുപ്പത്തിലുള്ള ക്രിസ്ത്യൻ ഇതിനോടുള്ള എനിക്കുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട്, അടുപ്പം. പക്ഷെ ഞാൻ ഇതിൽ വളർന്നു വന്നു. എൻ്റെ അമ്മ ഭയങ്കര പൂജകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അമ്പലത്തിലെ മിക്ക കാര്യങ്ങളെല്ലാം നോക്കുന്നതും വീട്ടിൽ നിന്നായിരുന്നു. എന്റെ കല്യാണവും കഴിഞ്ഞു. എന്റെ കല്യാണം എന്ന് പറയുമ്പം എൻ്റെ ഹസ്ബൻഡ് അനിയണ്ണൻ എൻ്റെ മാമന്റെ മകനാണ്. ഞങ്ങളുടെ ഹിന്ദു വിശ്വാസത്തിൽ അങ്ങനെ നടക്കാറുണ്ട്. അങ്ങനെ കല്യാണം കഴിഞ്ഞു 2006. ഹൈന്ദവ വിശ്വാസത്തിൽ അങ്ങനെ കല്യാണം കഴിക്കുന്നതിൽ തെറ്റൊന്നുമില്ലല്ലോ. അങ്ങനെ പഴയ കാലങ്ങളിലൊക്കെ അങ്ങനെ ചെയ്യാമായിരുന്നു. ഹൈന്ദവ വിശ്വാസത്തിൽ അത് കുഴപ്പമില്ല. ശരിക്കും പറയാമെങ്കിൽ പരിചയമുള്ള ഒരു ഹസ്ബൻഡിനെയാണ് ലഭിച്ചത്. നല്ലൊരു കുടുംബജീവിതമായിരുന്നിരിക്കാമല്ലോ. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ആയിരുന്നു. പക്ഷെ ഞാൻ അദ്ദേഹത്തിന് 18ാമത്തെ വയസ്സിൽ TBയുടെ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് അതിനെ തുടർന്നുള്ള ചികിത്സകളും ഒക്കെ ഉണ്ടായിരുന്നു. കല്യാണം കഴിഞ്ഞിട്ടും അദ്ദേഹത്തിന് അതിനെക്കുറിച്ചുള്ള ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടായിരുന്നു. ഹോസ്പിറ്റൽ ലൈഫ് ആയിരുന്നു ഞങ്ങൾക്ക് കൂടുതലും ഉണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് കുഞ്ഞുങ്ങളുണ്ടായില്ല. 4 വർഷം കല്യാണം കഴിഞ്ഞ് 4 വർഷങ്ങൾക്ക് ശേഷമാണ് എനിക്ക് മൂത്ത മകൻ ജനിക്കുന്നത്.
പിന്നെ അതിനുശേഷം 1994 ഞങ്ങളുടെ വിവാഹം നടക്കുന്നത്. 98 മൂത്ത മകൻ ജനിക്കുന്നു. അതിനുശേഷം ഞാൻ 2006 ഞങ്ങളുടെ വിശ്വാസത്തിലേക്ക് ഇങ്ങനെ പോകുന്ന സമയത്ത് 2006 ഞാൻ മിക്ക വ്രതങ്ങളും ഞാൻ എടുക്കാറുണ്ട്. അദ്ദേഹം ഗൾഫിലായിരുന്നു ആ സമയത്ത് ജോലി. അപ്പൊ ഞാൻ വീട് മൊത്തം നല്ല ക്ലീൻ ചെയ്ത്, ഒരു ദിവസം വീട് മൊത്തം ഇങ്ങനെ ക്ലീൻ ചെയ്തിട്ട് രാത്രി 2 മണി കഴിഞ്ഞു, വെളുപ്പാങ്കാലം 2 മണി കഴിഞ്ഞിട്ട് 3 മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിച്ച് 4 മണിയാകുമ്പം അമ്പലത്തിൽ എത്തണം. അതാണ് റൊട്ടീൻ, എൻ്റെ ഇത് പതിവുകളിലുള്ള പരിപാടി. അപ്പോൾ അതിന് 2 മണിക്ക് എഴുന്നേറ്റ് ഒന്നുകൂടെ വീട് വൃത്തിയാക്കിയിട്ട് ജസ്റ്റ് ഇനി സമയമുണ്ടല്ലോ എന്ന് പറഞ്ഞ് ജസ്റ്റ് ഞാനൊന്ന് കിടന്നു. ബെഡിലോട്ട് കിടന്നതും ഒരാള് ഒരു ഫാദറിന്റെ ഉള്ള ഒരാൾ എൻ്റെ അടുത്തേക്ക് നടന്നു വന്നിട്ട് എൻ്റെ നേരെ ഇങ്ങനെ കൈ നീട്ടി, കിടക്കുന്ന എൻ്റെ നേരെ ഇങ്ങനെ കൈ നീട്ടിയിട്ട് പറഞ്ഞു, യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. പെട്ടെന്ന് ഞാൻ ചാടി എഴുന്നേറ്റ് എന്താ ഇപ്പൊ യേശുവിനെ പറയാൻ ഞാനത് ചിന്തിച്ചിട്ട് പോലും ഇല്ലല്ലോ. എൻ്റെ ഉപബോധ മനസ്സിൽ പോലും ആ ഒരു ചിന്ത ഇല്ല. അപ്പൊ ഇതെങ്ങനെ വന്നു? പിന്നെ എന്തെങ്കിലും തോന്നിയതായിരിക്കും എന്നൊരു ഞാനത് അവിടെ കളഞ്ഞു. ഞാൻ എൻ്റെ മറ്റു പരിപാടികളിലേക്ക്, പിന്നെ രാവിലെ എഴുന്നേറ്റുള്ളതിലേക്ക് പോയി. ഈ സംഭവത്തിന് ശേഷം ഒരു 2 മാസങ്ങൾക്ക് ശേഷം 2006 ജനുവരി ഫെബ്രുവരിയോടുകൂടിയാണ് ഞാൻ ഇത് കാണുന്നത്. ഇപ്പോൾ മെയ് മാസത്തിൽ എൻ്റെ സഹോദരന് മെനിഞ്ചൈറ്റിസ് വന്നു. എൻ്റെ വീട്ടില് എൻ്റെ അമ്മ, അച്ഛൻ, എനിക്ക് 2 സഹോദരന്മാരുമാണ് ഉള്ളത്. 2 സഹോദരന്മാരും എനിക്ക് മൂത്തതാണ്, ഞാൻ ഇളയതാണ്. അവർക്ക് 2 ഇളയതാണ്. അപ്പോ കൊച്ചണ്ണന്, രണ്ടാമത്തെ സഹോദരന് മെനിഞ്ചൈറ്റിസ് വന്നിട്ട് കൊട്ടാരക്കര വിജയ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. അപ്പോൾ അയാൾക്ക് മൂത്രം പോകുന്നില്ല, ബാക്കിൽ ഭയങ്കര വേദന. അങ്ങനെ ടെസ്റ്റ് ചെയ്തപ്പോൾ മെനിഞ്ചൈറ്റിസ് ആണെന്ന് കണ്ടുപിടിച്ചു. അവിടെ നേരെ മെഡിക്കൽ കോളേജിലേക്ക് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വീട്ടിൽ വന്നു. ചാത്തന്നൂരാണ് അന്ന് ഞാൻ താമസിച്ചിരുന്നത്. ചാത്തന്നൂർ എൻ്റെ വീട്ടിൽ വന്നു. ഞാൻ കൊച്ചണ്ണനെയും കൊണ്ട് മെഡിക്കൽ കോളേജിൽ ചെന്നു. അവിടെ പറ്റുന്നില്ല എന്ന് കണ്ടപ്പോൾ ഞാൻ അപ്പോഴേ PRSലേക്ക് കൊണ്ടുപോയി. PRSൽ കൊണ്ടുവന്ന് അവിടെ ഒരാഴ്ച മാക്സിമം അത്രേ കിടന്നുള്ളൂ. അപ്പോഴേക്കും പിന്നെ കാലുകൾ തളർന്നു തുടങ്ങി. ഒരു കാല് മുട്ടിന് താഴെയോളം തളർന്നു, അടുത്ത കാല് തള്ളവരലിങ്ങനെ തളർന്നു വരുന്നു. ഇദ്ദേഹം സത്യത്തില് എല്ലാ വർഷവും മിക്ക വർഷങ്ങളിലും വ്രതമെടുത്ത് ശബരിമലയ്ക്ക് നടന്നു പോകുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ ഞങ്ങളായിരുന്ന വിശ്വാസത്തിലും എല്ലാം ഭയങ്കര പൂജയും നിലവിളിയും ഒക്കെയായി അമ്മയും ഞങ്ങളും എല്ലാവരും പോകുന്നു. അമ്മ ശയനപ്രദക്ഷിണ അങ്ങനെയുള്ളതിലൊക്കെ പോയി. അതിൽ രക്ഷയില്ലാന്ന് കണ്ടപ്പം ഇപ്പൊ എൻ്റെ മാമന് സുഖമില്ല, ഇപ്പൊ അത് ഹോസ്പിറ്റലാണ് ആയിരുന്നു. ഇപ്പൊ അത്ഭുതമായിട്ട് പിടിപ്പിച്ചു, ആരോഗ്യം വീണ്ടെടുത്തു അദ്ദേഹം അന്ന് ഒരു മുസ്ലിം ഇതിൽ പോയി അവിടുത്തെ എന്തോ ഇത് ചെയ്തിട്ട് അതിന്റെ എന്തോ കൊച്ചണ്ണന് കൊടുക്കാനായിട്ട് അത് കൊണ്ടുവന്നു. അപ്പൊ ഞങ്ങളുടെ വിശ്വാസത്തിലും അല്ലാതെ എവിടെ പോയാലും ഇദ്ദേഹത്തിന് കൊച്ചണ്ണന് രക്ഷ കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് ഓടുക. അപ്പോഴ് PRSന്ന് ചിത്രയിലേക്ക് അയാളെ റെഫർ ചെയ്തു, കൊച്ചണ്ണനെ റെഫർ ചെയ്തു. ഞങ്ങൾ ചിത്രയിൽ കൊണ്ടുവന്നു. അപ്പൊ കൊട്ടാരക്കര ഒരാഴ്ച പനി വന്ന് ഒരാഴ്ചക്ക് ശേഷം വന്ന ഒരു ഇക്കിളുണ്ട്. ആ ഇക്കിൾ ഇങ്ങനെ അദ്ദേഹത്തിന് കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുക. അപ്പോ അത് ഇക്കിള് നിൽക്കുന്നത് കൊണ്ട് CT സ്കാൻ എടുക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു, റീഡിങ് കറക്റ്റ് ആവത്തില്ല എന്ന് പറഞ്ഞു. ഞങ്ങള് ഓടി നടന്നപ്പോ ഞാൻ തയ്ക്കാൻ പോകുന്നിടത്ത് ഒരു ഷെർലി എന്ന് പറഞ്ഞ ഒരു സൗകര്യം ഉണ്ടായിരുന്നു. അപ്പൊ ആ കുട്ടി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നോട്, അതിന് ബ്രെയിൻ ട്യൂമർ വന്നു, പക്ഷെ അത് കർത്താവ് എടുത്ത് മാറ്റി, യേശു മാറ്റി എന്ന് പറഞ്ഞു. അന്നത് പറയുന്ന സമയത്തൊന്നും ഞാനത് വിശ്വസിച്ചിട്ടില്ല. അതൊക്കെ എന്നവർക്ക് തോന്നുന്നതാണല്ലോ എന്ന് വിചാരിച്ചു. ഈ സഹോദരി അടുത്ത് ഞാൻ ഈ കൊച്ചണ്ണന്റെ കാര്യം പറഞ്ഞ് ജയശ്രീ, ഇവിടെയൊക്കെ നിങ്ങൾ പോയില്ലേ, ഒരു കാര്യം ചെയ്യും, ഇവിടെ താഴെ ഒരു കൂട്ടായ്മയുണ്ട്, അവിടെ ഒരു ദിവസം ഒന്ന് പോകും, നിങ്ങൾ ഈ സൺഡേയിലൊന്ന് പോകാൻ പറഞ്ഞു. പിന്നെ ഞാനും അമ്മയും കൊച്ചന്റെ വൈഫും കൂടെ അവിടെ ചാത്തന്നൂരുള്ള ഒരു കൂട്ടായ്മയിൽ പങ്കെടുക്കുന്നു. അവിടെ നിന്ന് പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങിക്കഴിഞ്ഞ് ഹോസ്പിറ്റലിലേക്ക് വിളിക്കുമ്പോൾ അനിയണം പറയുന്നത്, എൻ്റെ ഒരു അത്ഭുതം നടന്നു, ജയശ്വരൻ ഇക്കിള് നിന്നു എന്ന് പറഞ്ഞു. കാരണം ഒരു ആള് ഇക്കിള് കണ്ടിന്യൂസ് ആയിട്ട് ഒരു 7 ദിവസമായിട്ട് വിടുക എന്ന് പറയുന്നത് തന്നെ നമുക്ക് ആലോചിക്കാമല്ലോ. അപ്പൊ ഇക്കിള് നിന്നു എന്ന് കേട്ടപ്പോ തന്നെ ഒരു അത്ഭുതം നടന്നു എന്നാ പറഞ്ഞത്. അത് കേട്ടപ്പോ തന്നെ ഒരു കച്ചിത്തുരുമ്പ് ഞങ്ങൾക്ക് കിട്ടിയതുപോലെ. സത്യത്തിൽ അവിടെ നിന്ന് പോയി
CT എടുത്തപ്പോൾ അതിന് 3 ml കൂടെ തലച്ചോറിൽ അതിന് ബാധിക്കാനുള്ള അണുക്കൾ ബാധിക്കാനുള്ളൂ, രക്ഷയില്ല എന്ന് പറഞ്ഞു. പക്ഷെ കൃപയാൽ ദൈവം അവിടെ എത്തിയിട്ട് ഡോക്ടറെ ഇടപെട്ടിട്ട് ഡോക്ടർ പറഞ്ഞു, എന്താണെന്നറിയില്ല, നിങ്ങൾക്ക് ഇത് സാമ്പത്തികം ഉള്ളത് കൊണ്ട് ഞാൻ പറയുക, അല്ലെങ്കിൽ സാധാരണ ആരോടും ഇത് പറയാറില്ല, കാരണം ഇത്രയും സ്റ്റേജ് എത്തിയ ഒരു രോഗിയോട് അത് പറയാറില്ല. ചാൻസ് ഉള്ളൂ. ഞങ്ങൾ പറഞ്ഞു ഓക്കെ, ഞങ്ങൾ സമ്മതിച്ചു എന്ന് പറഞ്ഞു. ഫസ്റ്റ് ഡോസ് എടുത്തു, കുറഞ്ഞില്ല. സെക്കൻഡ് ഡോസും എടുത്തു. അപ്പൊ ജസ്റ്റ് ഒരു ചെറുതായിട്ടൊരു വ്യത്യാസം വന്നു. പക്ഷെ അയാളുടെ ഇടുപ്പ്, കാലിന്റെ ഇടുപ്പ് വരെയും തളർന്നു. അപ്പൊ ബാത്റൂമിൽ കൊണ്ടുപോകുന്നത് ഈ ബാക്കിൽ ഇങ്ങനെ കോരി ഇട്ടിട്ടാണ് ബാത്റൂമിൽ കൊണ്ടുപോകുന്നത് തന്നെ. അങ്ങനെ പക്ഷെ എനിക്ക് കിട്ടിയ ആ ഒരു കച്ചിത്തുരുമ്പ് കൊണ്ട് ഞാൻ മുന്നോട്ട് പോയി. അനിയനോട് ഞാൻ പറഞ്ഞു, അനിയണ്ണ ഇങ്ങനെ ഞാൻ ഒരു പ്രാർത്ഥനയ്ക്ക് പോയിരുന്നു, അവിടെ വെച്ച് അത്ഭുതം നടന്നേന്ന് പറഞ്ഞു. അപ്പോഴനിയണ്ണൻ പറഞ്ഞു, ഞാനാണെങ്കിൽ അനിയന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ചാത്തന്നൂർ തന്നെയുള്ളതാണ്, ബിജു പേപ്പൻ എന്ന് പറഞ്ഞു. അദ്ദേഹത്തിനോട് പറഞ്ഞു, അദ്ദേഹം പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. അദ്ദേഹം എനിക്ക് കൊല്ലത്ത് ശിവകുമാർ സാർ എന്ന് പറഞ്ഞു അദ്ദേഹത്തെ പരിചയപ്പെടുത്തി തന്നു. ശിവകുമാർ സാറിന്റെ അടുത്ത് വന്നിട്ടാണ് എനിക്കൊരു പുതിയ നിയമത്തിന്റെ ഒരു ബുക്ക് കിട്ടി. സാറിന്റെ അടുത്ത് വന്നപ്പോൾ സാറ് ജയശ്രീ എവിടെ പോയി പ്രാർത്ഥിക്കുന്നു പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്ക് പ്രാർത്ഥിക്കാൻ അറിയത്തില്ല സാർ എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, ഒരു 3 സെന്റൻസ് പറഞ്ഞു. സാറ് പ്രാർത്ഥിച്ചു, അത് ഞാനങ്ങ് മനഃപ്പാടമാക്കി. സത്യം പറഞ്ഞ ബൈ ഹാർട്ട് ചെയ്തിട്ട് ഇത് 6 to 6:30 അവിടെ വിസിറ്റിംഗ് ടൈമിൽ ചെല്ലുമ്പോൾ കൊച്ചണ്ണനെ തൊട്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ട് കിട്ടിയ പുതിയ നിയമം ഞാൻ ലാർത്തിയോടെ വായിക്കുമായിരുന്നു. കാരണം യേശു ചെയ്തതാണല്ലോ അത്ഭുതങ്ങൾ. ഞാൻ ഇങ്ങനെ വായിച്ചു. പിന്നെ ഇങ്ങനെ എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ സംസാരിച്ച് പ്രാർത്ഥിച്ചു ചെയ്തു. എന്നിട്ട് ഞാൻ പറയും, കർത്താവെ ഞങ്ങൾ പോവാ, പക്ഷെ കർത്താവെ ഞാനങ്ങ് നിർത്തിയേക്കണേ, യേശു അവിടെ ഉണ്ടല്ലോ എന്നൊക്കെയാണ് പറഞ്ഞു. പക്ഷെ അന്ന് പരിശുദ്ധാത്മാവെന്നൊന്നും എനിക്ക് അറിയത്തില്ല കേട്ടോ. ഞാൻ സിമ്പിളായിട്ട് പറയാം, എനിക്ക് അറിയത്തില്ല. അപ്പോൾ ഞാൻ പക്ഷെ യേശുവിനെ അവിടെ നിർത്തിയിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞ് അവിടെ ഉണ്ടല്ലോ അല്ലേ എന്നൊക്കെ ഇങ്ങനെ ഉള്ളി പറഞ്ഞിട്ടൊക്കെയാണ് ഞാൻ പോകുന്നത്. ഒരു ദിവസം അവിടെ വന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും, ഒന്നര ആഴ്ച കഴിഞ്ഞപ്പോഴേക്കും സ്ഥിതി വഷളായി. അയാളുടെ ഡയഫ്രം വരെയും തളർന്നു. ഞങ്ങൾ ഡെയിലി പോകുമ്പോൾ അയാളുടെ കാലിലിങ്ങനെ നുള്ളും, എവിടെ വരെ എത്തിയെന്നറിയാൻ. ഇത് ചലനശേഷി എവിടെ വരെ നഷ്ടപ്പെട്ടു എന്നറിയാൻ വേണ്ടിയിട്ട് അയാൾ നുള്ളുമായിരുന്നു. ഡോക്ടർ പറഞ്ഞു ഇനി രക്ഷയില്ല, മെഡിക്കൽ സയൻസിൻ്റെ അത് കഴിഞ്ഞു, പിന്നെ ഇന്ന് ഡിസ്ചാർജ് ചെയ്യും, ഒരു ദിവസം പറഞ്ഞിട്ട് ആ ഡേറ്റിന് ഡിസ്ചാർജ് ചെയ്യും എന്ന് പറഞ്ഞു. അങ്ങനെ അനിയണ്ണ എന്നെ വിളിച്ചിട്ട് പറഞ്ഞിട്ട് ഇന്ന് ജയചന്ദ്രൻ എന്നാണ് കൊച്ചൻ്റെ പേര്, എൻ്റെ പേര് ജയശ്രീ, എൻ്റെ ഏറ്റവും മൂത്ത സഹോദരൻ്റെ പേര് ജയപ്രകാശ്, രണ്ടാമത്തെ ഈ സഹോദരൻ്റെ പേര് ജയചന്ദ്രൻ. അപ്പൊ ജയചന്ദ്രന് പിന്നെ ഇന്ന് ഡിസ്ചാർജ് ചെയ്യും, വിട്ടാലൊരു 4 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ചയുള്ളടേ അയാൾ നമ്മുടെ കൂടെ കാണത്തുള്ളടേ എന്ന് പറഞ്ഞു. ഇത് എന്നോട് പറഞ്ഞു. ഞാനിതെങ്ങനെ അമ്മയോട് പറയും, പുള്ളിയുടെ വൈഫിനോട് പറയും? ഞാനിങ്ങനെ കേട്ടിട്ട് ഞാൻ വെളിയിലോട്ട് ഇനി ഇറങ്ങി. കാരണം കരച്ചിൽ വരുന്നു, അമ്മ കാണാൻ പാടില്ല, അമ്മയ്ക്ക് BP ഒക്കെ ഉള്ള, അമ്മ തകർന്നാണ് നടക്കുന്നത്, അപ്പൊ ഞാൻ കാണാൻ പാടില്ല. ഇവിടെ ഇനി വെളിയിലോട്ട് ഇറങ്ങിയിട്ട് 2 കൈ ഇങ്ങനെ ഉയർത്തി ആ സ്റ്റെയർ കേസിലോട്ട് നിന്നിട്ട് ആളുകൾ പോവുകയും വരികയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ നിന്നിട്ട് എനിക്കറിയത്തില്ല ഞാൻ എന്തൊക്കെ നിലവിളിച്ച് പറഞ്ഞ് കരഞ്ഞു വിളിച്ച് പറഞ്ഞിട്ട് ഞാൻ കണ്ണൊക്കെ തുടച്ചകത്ത് കയറിയിട്ട് അയാളുടെ തലയിലോട്ട് എൻ്റെ കൈ ഇങ്ങനെ വെച്ചു. അപ്പൊ അയാൾ സംസാരിക്കുക ഇവിടം വരെ ചലനശേഷി പോയി, ഇവിടം വരെ. അപ്പോൾ അവിടം വരെ അയാൾക്ക് തണുപ്പാണ്, ഇവിടുന്ന് ഇങ്ങോട്ട് വിയർക്കുക, ഇത്രയും ഭാഗം വിയർക്കുക. അപ്പോ അയാൾ പറഞ്ഞെടി ഇന്ന് ഡിസ്ചാർജ് ചെയ്യുമെന്ന് പറഞ്ഞു, എനിക്ക് ജീവിക്കില്ലേ, ഞാൻ മരിക്കത്തില്ല അല്ലയോ, എനിക്ക് കുഴപ്പമില്ലല്ലോ, ഞാൻ ഇന്ന് ഡിസ്ചാർജ് ചെയ്ത പിന്നെ എങ്ങനെ ആയിരിക്കും എന്നൊക്കെ ഇങ്ങനെ അയാൾ വാതോരാതെ സംസാരിക്കുക. കൂടുതൽ സംസാരിക്കാത്ത ഒരാളാണ് പുള്ളിക്കാരൻ. അപ്പൊ ഇതിനെ വാതോരാതെ ഇങ്ങനെ എന്നോട് സംസാരിക്കും. ഞാൻ പറഞ്ഞു ഇല്ലടേ കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ കൈ അയാളുടെ തലയിലോട്ട് ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ ഇച്ചിരി കട്ടിയാണ് വെച്ചിട്ട് ഞാനിങ്ങനെ അറിയാവുന്ന ആ 3 സെന്റൻസ് തന്നെ ഞാൻ പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ട് പ്രാർത്ഥിച്ചു. സിസ്റ്ററെ അത്ഭുതം എന്ന് പറയാൻ എൻ്റെ ഈ കൈ അയാളുടെ ഈ തലയുടെ മുട്ടി, ഞാൻ ഇതിങ്ങനെ വലിച്ചിട്ട് വരുന്നില്ല, ഇതിങ്ങനെ പ്രസ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുക. അപ്പൊ ഞാന് കൊച്ചണ്ണ എന്നോട് ചോദിച്ചു നീ എന്ത് ചെയ്യുന്നേന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല കൊച്ചണ്ണ ഞാനിനി എടുക്കാം, സമാധാനപ്പെട്ട് ഞാൻ വലിച്ചപ്പോൾ വിയർക്കുന്നുണ്ടല്ലോ. അപ്പൊ ഞാൻ കരുതിയത് ആ വിയർപ്പ് എൻ്റെ ഉള്ളം കൈ കൊണ്ട് അവിടെ ഒട്ടിയതാണെന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പോഴും പെട്ടെന്ന് ഞാൻ ഇങ്ങനെ പറഞ്ഞു. അപ്പൊ കൊച്ചണ്ണ ഇങ്ങനെ പറഞ്ഞു എൻ്റെ കാലിൽ അടിക്കുന്നത് ആരാന്ന് ചോദിച്ചു. എൻ്റെ കാലിൽ അടിക്കുന്നത് ആരാന്ന് ചോദിച്ചു. അപ്പോഴും ഞാൻ കാലിൽ അടിക്കുന്നോ? അപ്പോഴാണ് നീ ഇത് ചെയ്തത്,
സ്പാർക്ക് എനിക്ക് എന്നിനുള്ളിലേക്ക് ഒരു സ്പാർക്ക് വന്നു. ഈ തളർന്നു കിടന്ന കാലാണല്ലോ, ഞങ്ങൾ നുള്ളുമല്ലോ, അയാൾ അറിയത്തില്ല. അപ്പൊ ഈ അടിക്കുന്നത് അറിയണമെങ്കിൽ അതവിടെ ജീവൻ വന്നല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു, കൊച്ചണ്ണ യേശുവേന്ന് വിളിക്കണോന്ന് പറഞ്ഞു. കൊച്ചൻ അവിടെ നിന്ന് യേശുവേ യേശുവേന്ന് വിളിച്ചു. എനിക്കറിയില്ല അവിടെ എന്താ സംഭവിച്ചെന്ന്. അപ്പോഴത്തേനും കൊച്ചണ്ണ അമ്മ അവിടെ വന്നിട്ട് ആളുകൾ വന്നിട്ട് നോക്കാൻ തുടങ്ങി. പെട്ടെന്ന് ഞാൻ എന്റെ കൈ വിട്ടു വന്നു, ഞാൻ മാറി. അപ്പം ചോദിച്ചു, നീ എന്തോ അവിടെ നിനക്ക് എന്തോ പറ്റിയെന്ന് ചോദിച്ചു അമ്മ. ഞാൻ പറഞ്ഞു, എനിക്ക് അറിഞ്ഞൂടാ, എന്റെ കൈ ഇങ്ങനെ, അത് മാത്രമേ എനിക്ക് അറിയത്തുള്ളൂ. അപ്പൊ എനിക്ക് പരിശുദ്ധാത്മാവിന്റെ ആ ഒരു ശക്തി വന്നിട്ട് ഞാൻ ഷിവർ ചെയ്ത് എന്തോ എനിക്കറിയില്ല. അപ്പൊ അത് കണ്ടിട്ടാണ് ഇവരൊക്കെ ചോദിച്ചത്. അപ്പോ അത് കഴിഞ്ഞു ഞാൻ വീട്ടിൽ വന്ന സിസ്റ്റർ, അന്ന് ഡോക്ടർ കൊച്ചണ്ണന്റെ അവസാനത്തെ ആഗ്രഹം എന്നും പറഞ്ഞുകൊണ്ട് പൊറോട്ടയും പിന്നെ ഇറച്ചിക്കറിയും കൂടെ ഫുഡ് അവിടെ പുറത്തുനിന്ന് കൊണ്ടുവരാൻ പറ്റത്തില്ലല്ലോ, അദ്ദേഹത്തിന്റെ പോക്കറ്റ് വെച്ചിട്ട് കൊച്ചണ്ണ കൊണ്ട് കൊടുക്കുകയാണ്. പക്ഷെ അന്ന് ഡിസ്ചാർജ് എന്ന് പറഞ്ഞ് ഡിസ്ചാർജ് ചെയ്തില്ല. അവിടെ അത്ഭുതം നടന്നു. പിന്നെ ഓരോ ദിവസവും അത്ഭുതങ്ങളായിരുന്നു. അയാൾ അവിടെ നിന്ന് ആരോഗ്യത്തിലേക്ക് തിരിച്ചു വന്നു. ബ്ലഡ് പ്യൂരിഫൈ ചെയ്തു. അവിടെ നിന്ന് പിന്നെ നേരെ പിന്നെ ഒന്നരാഴ്ചയുടെ കഴിഞ്ഞ് വീട്ടിൽ വരുന്നു. തിരിച്ച് ഞാൻ അവിടെ നിന്ന് വെല്ലൂര് പോന്നു. അവിടെ പോയിട്ട് വെല്ലൂരിൽ നിന്ന് 1 മാസത്തിനുള്ളിൽ അയാൾ നടന്നാ വരുന്നത്. അപ്പൊ അയാളുടെ ഇവിടം വരെ തളർന്ന ആ ഒരു സ്റ്റേജിൽ അയാൾ എങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളതാണ് വെല്ലൂര് റിഹാബിലിറ്റേഷൻ സെന്ററിൽ അവർ നോക്കുന്നത്. പക്ഷേ അതല്ല ദൈവം ചെയ്തത്. അയാൾ അവിടെ നിന്ന് നടന്നു വന്നു. എന്റെ ദൈവം വലിയവൻ, സ്തോത്രം, നന്ദി കർത്താവേ. അവിടെ നിന്ന് നടന്നു വന്നു. അയാള് എന്റെ പുത്തൂരുള്ള എല്ലാവർക്കും അറിയാം. കാരണം അയാൾ അവിടുന്ന് യൂറിൻ ട്യൂബ് ഉണ്ടായിരുന്നു. യൂറിൻ ട്യൂബ് ഇട്ടിട്ട് രാവിലെ അമ്മയാണ് ഈ ഇത് പിടിച്ചോണ്ട് ഒരു ഇത് സ്റ്റിക്ക് പിടിച്ചുകൊണ്ട് അയാളെ ഇങ്ങനെ നടത്തിക്കുന്നത്. എല്ലാവർക്കും പുത്തുക്കാർക്ക് എല്ലാവർക്കും അറിയാം. അങ്ങനെ ഞങ്ങൾ യേശുവിലേക്ക് വന്നു. സത്യം, എന്റെ നാട്ടുകാർ മുഴുവൻ ഞങ്ങളെ സ്വീകരിച്ചു. അവിടെ ക്രിസ്ത്യൻസാണ് കൂടുതലുള്ളത്. അവിടുന്ന് അതേ സമയം കൊച്ചണ്ണൻ വെല്ലൂര് കിടക്കുന്ന സമയം എന്റെ മൂത്ത സഹോദരൻ ദുബൈയിലായിരുന്നു. അദ്ദേഹം അവിടെ വർക്ക് ചെയ്യായിരുന്നു, കെമിസ്റ്റായിട്ട് വർക്ക് ചെയ്യായിരുന്നു ഒരു പ്രൈവറ്റ് കമ്പനിയിൽ. അപ്പൊ അവിടെ വെച്ചിട്ട് ഒരു അലർജി വന്നു, സ്റ്റീവൻ ജോൺസൺ സിൻഡ്രോം വന്നു. അത് സുലേഖ ഹോസ്പിറ്റലിൽ, ഷാർജയില് സുലേഖ ഹോസ്പിറ്റലിൽ 27 ദിവസം ICUലായിരുന്നു. ഞങ്ങൾ അറിയിച്ചില്ല. കാരണം ഇവിടെ ഇങ്ങനെ കൊച്ചണ്ണൻ ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് അറിയിച്ചില്ല. അനിയനെ അറിയായിരുന്നു, എന്റെ ഹസ്ബൻഡിനെ അറിയായിരുന്നു. അപ്പൊ ഫ്ലൈറ്റിൽ കയറ്റി വിടാവുന്ന ഒരു സ്റ്റേജ് എത്തിയപ്പോൾ അവർ ഫ്ലൈറ്റിൽ കയറ്റി വിട്ടു. വരുന്ന ദിവസമാണ് ഞങ്ങൾ അറിയുന്നത്. വന്നു അപ്പൊ എന്റെ വായിൽ കൂടി ഇങ്ങനെ ബ്ലഡ് ഒഴുകുകയാണ്. കണ്ണിന്റെ ഇവിടെ ഒന്നും ഇമയില്ല. ഈ നഖം എല്ലാം ഇളകിപ്പോയി. ശരീരം മൊത്തം എല്ലാം ഉടുന്ന് പുള്ളി, ഇവിടെ ബാക്കും എല്ലാം ഇത് ചെയ്തിരിക്കുക. ആഹാരം കഴിക്കാൻ പറ്റത്തില്ല. ആഹാരം കഴിക്കാൻ ഒരു എരിയില്ല. ഒരു ആഹാരം എടുത്ത് വായിലോട്ട് വെക്കുമ്പം വായിൽ നിന്ന് ഇങ്ങനെ ബ്ലഡ് ഇറ്റ് വീഴും. അവിടെ നിന്ന് കൊണ്ടുവന്നു, വീട്ടിൽ കൊണ്ടുവന്നു. അപ്പൊ പറഞ്ഞു 3-4 മാസം എടുക്കും, ശരീരം അഴുകും, പിന്നെ പെട്ടെന്നൊന്നും ഇനി ക്യൂർ ആവത്തില്ല, ഭയങ്കര റിസ്ക് ആണ്, അത്രയും ഹൈജീനായിട്ട് നോക്കണം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ എന്റെ പുത്തൂര് യാക്കോബായ സഭയെന്ന് തോന്നുന്നു, അവിടുത്തെ പള്ളിയിലെ എല്ലാവരും, എൻ്റെ അയൽക്കാര്, ഞാനീ പറഞ്ഞ അയൽക്കാര്, പിന്നെ എനിക്കറിയില്ല കൊട്ടാരക്കര, അവിടെ നിന്നൊക്കെ ദൈവമക്കള് ഒരുപാട് ദൈവമക്കളുടെ കൂട്ടം വന്ന് ഞങ്ങളുടെ വീട്ടിൽ വന്ന് പ്രാർത്ഥന തുടങ്ങി. അവര് പ്രാർത്ഥിക്കും. കൊച്ചണ്ണൻ വെല്ലൂരായിരുന്ന സമയത്തും പ്രാർത്ഥിക്കുമായിരുന്നു. ഞങ്ങൾക്കൊന്നും അറിയില്ല, ഞങ്ങൾ ഇതിൽ നിന്ന് കൊണ്ട് മാറുന്നല്ലേ ഉള്ളൂ, ഞങ്ങൾക്കൊന്നും അറിയത്തില്ലല്ലോ. പക്ഷെ ഭയങ്കര പ്രാർത്ഥന, മിക്കവാറും ദിവസവും പ്രാർത്ഥിക്കാൻ ദൈവം കൂട്ടിയിരുത്തുമായിരുന്നു. അങ്ങനെ അവിടെ പ്രാർത്ഥന ഉണ്ടായിരുന്ന 20 ദിവസം, 1 മാസം തികയുന്നതിന് മുമ്പ് എൻ്റെ മൂത്ത അണ്ണൻ ഫുൾ ക്യൂറായി. അയാൾ അവിടെ നിന്ന് ഗവൺമെന്റ് സർവീസിൽ ദുബൈയിൽ കെമിസ്റ്റായിട്ട് ജോലിക്ക് പോയി. എൻ്റെ ദൈവം. അപ്പൊ എനിക്ക് നമ്മളായിരുന്ന വിശ്വാസത്തിലുള്ളവർ പറഞ്ഞതെന്ന് വെച്ചാല്, അമ്മയ്ക്ക് എന്താ വെച്ചാൽ അക്കയ്ക്ക്, എൻ്റെ അമ്മയെ പറഞ്ഞു, അമ്മയുടെ അപ്പുറവും ലെഫ്റ്റും റൈറ്റും 2 ആമക്കൾ ഇങ്ങനെ ഇരിക്കുന്നല്ലോ, അത് മുൻജന്മ പാപമാണ്, മുൻജന്മ ഇതാണ് എന്ന് പറഞ്ഞു. പക്ഷെ ദൈവത്തെ അറിഞ്ഞ ദൈവത്തിന്റെ മക്കള് ഞങ്ങളുടെ കൂടെ വന്നിരുന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ ആ ദേശത്ത് അറിയാം, എല്ലാവരോടും ചോദിച്ചാലും അറിയാം, സത്യം കർത്താവിനെ ഉയർത്തുന്ന ഒരു ദേശത്ത് ഒരു വിളക്കാകും പാറമേൽ കത്തിച്ച് വെച്ച ഒരു ഭവനം പോലെ ക്രിസ്തുവിൽ എൻ്റെ ഭവനം വിളങ്ങുക. എൻ്റെ ഭവനം മുഴുവനും സ്നാനപ്പെട്ടു, കർത്താവിലായി.
അമ്മ എല്ലാവരും ആകുന്നത് പോലെ കർത്താവിന്റെ വേല ചെയ്യുന്നു. അപ്പൊ ഞാനും അതേ ഇതിൽ തുടർന്ന് പോവുകയായിരുന്നു. അതിൻ്റെ ഇടയിൽ എൻ്റെ കാര്യം പറഞ്ഞ് കൊച്ചണ്ണൻ അവിടെ കിടക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞിരുന്നല്ലോ, ഈ ദൈവശക്തി വന്നു. ആ വരുന്നതിന് തൊട്ട് മുമ്പ് തന്നെയും ഡോക്ടർ പറഞ്ഞു ആള് തീരുവാന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ അണ്ണനൊക്കെ വന്നു. ആ സ്റ്റേജ് ഞാൻ പറഞ്ഞില്ല. വന്നു അമ്മയോട് പറഞ്ഞതെന്ന് വെച്ചാൽ, എൻ്റെ അണ്ണൻ അമ്മയെ മാറ്റിക്കൊണ്ട് നിർത്തിയിട്ട് പറഞ്ഞു, അമ്മയ്ക്കിനി ഒരു മോനെ ഉള്ളെന്ന് അമ്മ വിശ്വസിച്ചോണം, അവനിനി നമ്മുടെ ഇല്ല. അത് അമ്മ ആ ഒരു റിയാലിറ്റിയിലേക്ക് അമ്മ വരണമെന്ന് പറഞ്ഞ് അമ്മയെ വിളിച്ച് മാറ്റി നിർത്തി ഒക്കെ ഉണ്ടായി. കാരണം മരിച്ചു, ആള് തീർന്നു, ആളെ കൊണ്ടുപോവുക എന്നുള്ള സ്റ്റേജ് വരെ എത്തിയതാ. ആ മരണത്തിന്റെ ആ ഒരു അവസ്ഥയിൽ നിന്ന് കർത്താവ് എന്താ പറയാ, കയത്തിലേക്ക് വീഴുന്ന ആ ഒരു അവസ്ഥയിൽ നിന്ന് കൈപിടിച്ച് എന്റെ കർത്താവ് ഉയർത്തി. ലോകസ്ഥാപനത്തിന് മുമ്പേ കർത്താവ് നമ്മളെല്ലാം കണ്ട്. എന്റെ കർത്താവ് ഞാൻ നന്ദി പറയാറുണ്ട്. കാരണം എവിടെ എങ്ങനെ കിടന്ന ഞങ്ങളെല്ലാവരും തന്നെ എങ്ങനെ കിടന്നതാ സത്യദൈവത്തെ അറിയാൻ. എനിക്ക് എത്ര നന്ദി പറഞ്ഞാലും തീരത്തില്ല. ഇപ്പോ നമ്മൾ ദൈവത്തെ അറിഞ്ഞപ്പോ, അന്നെനിക്ക് അറിയത്തില്ലല്ലോ, യേശുവാണ് ഇങ്ങനെയൊക്കെ അറിഞ്ഞു വരുന്നതല്ലേ ഉള്ളൂ. ഇപ്പോഴാ ഓർക്കുന്നതിന്റെ ആഴം. സ്വത്രം, നന്ദി കർത്താവെ. പിന്നെ അത് കഴിഞ്ഞു ഞാനും വിശ്വാസത്തിലേക്ക് വന്നു. പക്ഷെ എന്നെ ഒരുപാട് എൻ്റെ ഹസ്ബൻഡിന്റെ വീട്ടുകാർ, അവര് തമിഴ്നാട്ടുകാരാണ്, അവരെന്നെ ഒരുപാട് വിലക്കുകയും ഒക്കെ ചെയ്തു. അതിന്റെ സാക്ഷ്യം എൻ്റെ ഹസ്ബൻഡ് പറയും. ഞാൻ എന്നെ വീട്ടു തടങ്കലിലൊക്കെ ആക്കി. അവിടെ നിന്ന് ഞാനിങ്ങനെ പുറത്തു വന്നു. ഞങ്ങളുടെ കുടുംബം മുഴുവൻ അത് സാക്ഷ്യമായിട്ട് ഒരു ദിവസം അത് പറയും. പിന്നെ ഇതിന് ശേഷം എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, അടുത്ത കർത്താവ് ഓരോ ദിവസവും അത്ഭുതമായിട്ടാണ് നടത്തുന്നത്. സത്യം, ഓരോ ദിവസവും ദൈവത്തിന്റെ ഒരു കൂടുണ്ടെന്നുള്ള ഒരു അറ്റസ്റ്റേഷൻ നമുക്ക് കിട്ടാറുണ്ട്. എല്ലാവർക്കും ഉണ്ടല്ലോ അത് എനിക്കിപ്പോ അടുത്ത സാക്ഷ്യം പറയാനുള്ളത് 2022 ഞാൻ കൊറോണ ടൈമില് ചെന്നൈയിലായിരുന്നു. അനിയനും ചെന്നൈയിലായിരുന്നു. 2018 തൊട്ട് അനിയനും ചെന്നൈയിലായിരുന്നു. ഞാൻ 2019 ഞാനും ചെന്നൈയിലേക്ക് പോയി. കൊറോണയൊക്കെ ആയതുകൊണ്ട് സ്കൂളൊക്കെ അവധിയായപ്പോഴത്തേനും മക്കളുമായിട്ടെല്ലാം ഞാൻ പോയി. അപ്പൊ 10 ദിവസത്തേക്ക് പോയി ഞാൻ. പക്ഷെ എനിക്ക് കൊറോണ പിടിച്ച് ഞാനും അവിടെ ആയിപ്പോയി. അപ്പൊ എനിക്ക് അതിനു മുമ്പ് ഒരു 10 വർഷമായിട്ട് സൈനസിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു. സൈനസ് എന്ന് പറയുമ്പോൾ ഈ മൂക്കിന്റെ എല്ല് ഇവിടെ ഇങ്ങനെ വളഞ്ഞു, 2 മൂക്കിലും ഗ്രോത്ത് വന്നു. പക്ഷെ ഈ ഇത്രയും വർഷത്തെ പഴക്കം വന്നപ്പോഴേക്കും ഇത് സൈനസ് ഫുള്ള് നിറഞ്ഞിട്ട് അത് ഇങ്ങോട്ടൊക്കെ ആയി എന്നാണ് ഡോക്ടർമാർ പറഞ്ഞപ്പം. ഇവിടെ കൊല്ലത്തൊക്കെ 2-3 ഹോസ്പിറ്റലുകളിൽ കാണിച്ചപ്പോഴെല്ലാം സർജറി പറഞ്ഞു. പക്ഷെ ഞാനത് ചോദിച്ചാൽ പറഞ്ഞ അവര് തിരിവയ്ക്കണം, എന്നിട്ട് അത് ഇത് ചെയ്യണം പറഞ്ഞപ്പോൾ ഞാൻ പേടിച്ചിട്ട് ഞാൻ സർജറിക്ക് ഞാൻ ഇത് ചെയ്തില്ല. മാക്സിമം മരുന്ന് കഴിച്ചൊക്കെ മാറാൻ പ്രാർത്ഥനയും ഒക്കെ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയി. അങ്ങനെ പോയപ്പോഴാണ് ഞാൻ ഈ കൊറോണ ടൈമിൽ വന്നു. കൊറോണ ടൈമിൽ ഞാൻ ചെന്നൈയിലേക്ക് പോയി. അവിടെ നിൽക്കുന്ന സമയത്ത് എനിക്ക് 2 പ്രാവശ്യം കൊറോണ വന്നു. ഈ സൈനസിന്റെ പ്രശ്നം വന്നപ്പോ എനിക്ക് മൂക്കിൽ കൂടെ ശ്വാസം എടുക്കാൻ പറ്റത്തില്ല. മൂക്കിൽ കൂടെ ശ്വാസം എടുക്കാൻ വായി കൂടെയാണ് ശ്വാസം പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ വായ ഇങ്ങനെ തുറന്നു വെച്ചിട്ട് ഇങ്ങനെ അടഞ്ഞു പോയി കഴിഞ്ഞാൽ ശ്വാസം മുട്ടും. അപ്പോഴേക്കും ഭയങ്കരമായിട്ട് ശ്വാസം മുട്ടും. പിന്നെ ഞാന് അങ്ങനെ പോകുന്ന സമയത്ത് എനിക്ക് തീരെ ഈ കൊറോണയും കൂടെ വന്നപ്പോഴത്തേനും തീരെ പറ്റുന്നില്ല. ശ്വാസം എടുക്കാനോ ഒന്നും ഉറങ്ങാൻ പറ്റുന്നില്ല. ഇങ്ങനെ ഇരുന്നാ ഞാൻ ഉറങ്ങുന്നത്. കിടക്കാൻ പറ്റത്തില്ല, തല താഴ്ത്തി വെക്കാൻ പറ്റത്തില്ല. തീരെ വയ്യാതെ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഇനിയാണ് നമുക്ക് സർജറി ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ കാവേരി ഹോസ്പിറ്റലിൽ പോയി. അവിടെ ചോദിച്ചപ്പം പറഞ്ഞു പെട്ടെന്ന് 2 ദിവസം കൊണ്ട് അത് കരിച്ചിഞ്ഞ് വിടും, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. കരിച്ചു വിടുമെന്ന് കേട്ടപ്പോൾ പിന്നെ അതിനകത്ത് പ്രശ്നമില്ലല്ലോ എന്ന് ഞാനും വിചാരിച്ചു. ചെന്നപ്പോ കൊറോണ മാറിയിട്ടില്ല. കൊറോണ പോസിറ്റീവ്. വീണ്ടും വീട്ടിലേക്ക് വിട്ടു, റൂമിലേക്ക് വിട്ടു. അടുത്തത് കഴിഞ്ഞിട്ട് 10 ദിവസം 15 ദിവസം മരുന്ന് തന്നു. വീണ്ടും ചെന്നു. എനിക്ക് ഓപ്പറേഷനായിട്ട് വീണ്ടും ഒരുങ്ങി ചെന്നപ്പോഴത്തേനും കൊറോണ പോസിറ്റീവ്. എങ്കിലും ഞങ്ങൾ പറഞ്ഞു പറ്റുന്നില്ല, ചെയ്തേ പറ്റൂ, അല്ലാതെ എനിക്ക് മുന്നോട്ട് പോകാൻ ഒട്ടും ഒരു ചൂട് പോലും എനിക്ക്, ഒരു മിനിറ്റ് പോലും എനിക്ക് പറ്റുന്നില്ല. അങ്ങനെ സർജറിക്ക് ഞാൻ വിധേയായി. അപ്പോൾ ഞാൻ കർത്താവിനോട് ഞാൻ പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ വചനങ്ങളെ പറഞ്ഞു വിടാറുണ്ട്. ഞാൻ ജീവനോടെ ഇരുന്ന് കർത്താവിന്റെ പ്രവർത്തികളെ വർണ്ണിക്കും. എന്നിൽ നല്ല പ്രവൃത്തി അടങ്ങിയ കർത്താവ് എന്നിൽ അന്ത്യത്തോളം എന്നെ നിർത്തും എന്ന വചനങ്ങൾ ഞാൻ പറഞ്ഞു വിട്ടുകൊണ്ടേയിരുന്നു. യേശുവിന്റെ അടിപ്രകാരം എനിക്ക് സൗഖ്യം വന്നു കഴിഞ്ഞിരിക്കുന്നു, കർത്താവ് എന്റെ രോഗക്കടക്കളെയൊക്കെ മാറ്റിവിരിക്കുന്നു എന്ന് ഞാൻ വചനം ഇങ്ങനെ പറഞ്ഞുവിട്ട്, ഞാൻ മരിക്കുകയില്ല, ജീവനോടെ കർത്താവിന്റെ പ്രവർത്തികളെ വർണ്ണിക്കും. ഇത് തന്നെ ഞാൻ എപ്പോഴും ഇങ്ങനെ പറഞ്ഞു വിട്ടുകൊണ്ടേയിരുന്നു. പക്ഷെ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ എന്റെ മരണം കാണുന്നുണ്ട്. പക്ഷെ വാവുകൊണ്ട് ഞാൻ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു എനിക്ക് പറ്റത്തില്ല കർത്താവ്, ഇപ്പൊ ഞാൻ തയ്യാറല്ല എന്ന് ഞാൻ പറയുമായിരുന്നു കർത്താവിനോട്. അങ്ങനെ ഓപ്പറേഷന് അന്ന്
റൂമിൽ നിന്ന് ഡ്രസ്സ് ചെയ്ത് ഇറക്കാൻ നേരം ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവെ, നീ എൻ്റെ വലക്കരം പിടിച്ചിരിക്കുന്നത് ഞാൻ അറിയുന്നു. പക്ഷെ അതെനിക്ക് ഫിസിക്കലി ഒന്ന് അറിയണം. എനിക്ക് പേടിയുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. കർത്താവിനോട് ഇങ്ങനെ ഞാൻ പറഞ്ഞു, പേടിയുണ്ട്, പക്ഷെ അതെനിക്ക് ഫിസിക്കലി അറിയണം. കർത്താവ് എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള, എൻ്റെ വലക്കരം പിടിച്ചിരിക്കുന്നു എന്നുള്ളത് എനിക്ക് അറിയണമെന്ന് പറഞ്ഞു. ഇറങ്ങി തിയേറ്ററിൽ കൊണ്ട് കയറ്റി ബെഡിൽ കിടന്ന് എൻ്റെ ഓപ്പറേഷന് മുമ്പുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയ സമയത്ത് കട്ടിലിൽ ഇങ്ങനെ കിടന്നിട്ട് ഞാനിങ്ങനെ റൈറ്റ് സൈഡ് ഒതുങ്ങിയിട്ട് പറഞ്ഞു, ആ സ്ഥലമുണ്ട്, ഇവിടെ കിടന്നോ കേട്ടോ. ഞാനിങ്ങനെ സംസാരിച്ചു. എന്നിട്ട് അത് കഴിഞ്ഞ് തിയേറ്ററിലോട്ട് കയറ്റുമ്പം നാരോ ആയിട്ടുള്ള ടേബിൾ ആണല്ലോ. അപ്പൊ അതിലിങ്ങനെ കിടന്നപ്പോൾ അപ്പൊ ഡോക്ടർ ഇങ്ങനെ എന്നെ മയക്കാൻ ഇത് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് വായടഞ്ഞാൽ എനിക്ക് ശ്വാസം മുട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ ഓക്സിജൻ മാസ്ക് എടുത്ത് ഡോക്ടർ വെച്ചു. കംഫർട്ടബിൾ ആയി. അപ്പൊ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു. ഞാൻ കംഫർട്ടബിൾ ആണെന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവ് എവിടെ? അയ്യോ, കർത്താവ് എവിടെ ഇരിക്കും? അത് ഞാൻ പറഞ്ഞില്ല, എൻ്റെ പുറത്തോട്ടങ്ങ് കടന്നോ കേട്ടോ എന്ന് പറഞ്ഞു. ഞാൻ മയങ്ങി. പിന്നെ ഞാനൊന്നും അറിയുന്നില്ല. എന്നെ 1:45 തിയേറ്ററിൽ കയറ്റിയതാ. 2 മണിക്ക് തുടങ്ങി, ഓപ്പറേഷൻ തുടങ്ങി. പക്ഷെ 6:30 8:30 ആയപ്പോഴാണ് പുറത്ത് നിന്ന് അനിയനോടും, എൻ്റെ ഇളയ മോനേ ഉള്ളൂ ചെന്നൈയിൽ, മൂത്ത മോൻ നാട്ടിൽ വന്നു. അപ്പൊ ഞാന് ഈ എൻ്റെ ഹസ്ബൻഡിനോടും എൻ്റെ ഇളയ മോനോടും കൂടെ ഡോക്ടർമാർ പറഞ്ഞു, ചെന്നിട്ട് പറഞ്ഞു, ഓപ്പറേഷൻ കഴിഞ്ഞു കേട്ടോ, സക്സസ് ആയിരുന്നു, കുഴപ്പമില്ല, ഇനി പെട്ടെന്ന് ഇങ്ങോട്ട് ICUലോട്ട് മാറ്റുമെന്ന് പറഞ്ഞു, ഇനി വാർഡിലോട്ട് മാറ്റുമെന്ന് പറഞ്ഞു. അപ്പോ ഓക്കെ എന്ന് പറഞ്ഞവർ നിൽക്കുമ്പോൾ ഉണ്ട് ഒരു വെന്റിലേറ്റർ ബെഡ് ICUലേക്ക് പോകുന്നുണ്ട്. അപ്പൊ അനിയനെ ഇരുന്ന് പറഞ്ഞു, ആർക്കോ സീരിയസ് ആയി എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞങ്ങളെ അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു ബിസിനസ്മാൻ ഉണ്ട്. അദ്ദേഹത്തിന് പൊതുവെ സമയമില്ലാത്ത വ്യക്തിയാണ്. അദ്ദേഹം ഇങ്ങനെ കയറി വരുന്ന അനിയനും ചോദിച്ചു, എന്ത് പറ്റി, ഇദ്ദേഹം എന്തിനാ വരുന്നത് ഇപ്പോ, രാത്രി 9 മണിയാവുന്നു. അപ്പോ അദ്ദേഹം വന്നിട്ട് ഇങ്ങനെ അനിയന്റെ തോളെ തട്ടിയിട്ട് പറഞ്ഞു, അല്ലേ, എന്ത് സംഭവിച്ചാലും അത് സഹിക്കണം കേട്ടോ എന്നിങ്ങനെ പറഞ്ഞു. അപ്പോഴാണ് ഒരു ഡോക്ടർമാരെല്ലാം പുറത്തോട്ട് വന്നിട്ട് പറഞ്ഞു, പെട്ടെന്ന് ജയശ്രീക്ക് ഒരു ശ്വാസം മുട്ട് വന്നു, വിമ്മിഷ്ടം പോലെ വന്നിട്ട് ഞങ്ങള് വെന്റിലേറ്ററിലോട്ട് മാറ്റുക എന്ന് പറഞ്ഞു. അപ്പോഴനിയണ്ണൻ എന്തോ ഒരു വല്ലായ്മ തോന്നി. എന്നെ വെന്റിലേറ്ററിൽ മാറ്റി പുറത്തോട്ട് കൊണ്ടുവന്ന അനിയണ്ണൻ കണ്ട അനിയണ്ണന് മനസ്സിലായി ഞാൻ മരിച്ചു എന്ന് മനസ്സിലായി, മരിച്ചു കിടക്കാന്ന് മനസ്സിലായി. അനിയണ്ണൻ അവിടെ തളർന്ന് വീണു. പിന്നെ അനിയണ്ണ ഓർമ്മ വന്നപ്പോഴത്തേക്കും ഭയങ്കര ബഹളം വെച്ചു. എന്നെ കൊണ്ടുവന്ന് ICUലിട്ടു. അവര് പറയണം. അപ്പൊ പിറ്റേന്ന് എൻ്റെ ബോഡി കൊണ്ടുപോകാനുള്ള തയ്യാറെടുപ്പുകളൊക്കെ ചെയ്യാൻ മറ്റേ അദ്ദേഹത്തോട് പറയുന്നു. അപ്പൊ അനിയണ്ണോട് പറഞ്ഞില്ല. അനിയണ്ണ ഭയങ്കര ബഹളം, ഞാൻ തന്നതുപോലെ എനിക്ക് തിരിച്ചു കിട്ടണമെന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ ആരോടും, നാട്ടിലുള്ള ആരോടും ഞാൻ പറഞ്ഞില്ല ഓപ്പറേഷൻ ആണെന്ന്. കാരണം ഒരു സൈനസിന്റെ ഓപ്പറേഷൻ അല്ലേ, നിസ്സാര ഒരു ഓപ്പറേഷൻ, അതിപ്പോ തീരും. പിന്നെ ഞാൻ പറഞ്ഞു, അപ്പൊ അമ്മയോടൊക്കെ പറയണ്ടേന്ന് അനിയണ്ണൻ ചോദിച്ച സമയത്ത് ഞാൻ പറഞ്ഞില്ല, അനിയണ്ണ ഓപ്പറേഷൻ കഴിയുമ്പോൾ നമുക്ക് അവരോടൊക്കെ പറഞ്ഞാൽ പോരെ, അന്നേരം പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അതുകൊണ്ട് ആരും അറിഞ്ഞിട്ടുമില്ല. പക്ഷെ എൻ്റെ കൂടെയുള്ള എൻ്റെ സുഹൃത്തുക്കള്, ദൈവമക്കൾ, അവര് പ്രാർത്ഥിച്ചു. അനിയണ്ണൻ എനിക്ക് വേണ്ടിയിട്ട് മുട്ടുമേ നിന്ന് ആ ദിവസം മൊത്തം നമ്മുടെ 4 സുവിശേഷങ്ങളിലുമുള്ള യേശു കർത്താവ് ചെയ്ത അത്ഭുതം വായിച്ച് പ്രാർത്ഥിച്ചു. എനിക്ക് രാത്രി എപ്പോഴാണെന്ന് എനിക്ക് ഓർമ്മയില്ല, ഞാന് ബോധം വന്നു, ഓർമ്മ വന്നത് പിന്നെ ഞാൻ കാണുന്നതെന്ന് വെച്ചാല്, അതിനു മുമ്പ് എനിക്ക് സംഭവിച്ചത്, ഞാന് തിയേറ്ററിൽ കിടക്കുമ്പോൾ ഈ ഡോക്ടർമാരെനിക്ക് ചുറ്റും നിൽക്കുന്നത് എനിക്ക് ഉള്ളിൽ അറിയാം. ഞാൻ കിടന്ന് പിടയ്ക്കുക, കൈയും കാലും എല്ലാം പിടച്ചു. അപ്പൊ ഇവര് സംസാരിക്കുന്നത്, എന്ത് പറ്റി, ജെന്നി വന്നോ. അപ്പൊ എനിക്കറിയാം, എനിക്ക് ഇവിടെ നിന്നില്ല, ജീവൻ പറഞ്ഞു പോകുന്നൊരു വേദന. അപ്പോ ഇവര് കൈയും കാലും എല്ലാവരും കൂടെ പിടിച്ചു വെച്ചപ്പോ ഞാൻ ജെന്നി വന്നോ എന്ന് ഇവര് ചോദിക്കുന്നു. അപ്പൊ ഇനി ഫിറ്റ്സിന്റെ വല്ല ഇഞ്ചക്ഷൻ വല്ലതും എടുത്താൽ പറ്റത്തില്ലല്ലോ എന്ന് വെച്ചിട്ട് ഞാനിങ്ങനെ ഒന്ന് സൈലന്റ് ആയപ്പോൾ എന്നെ കൈ ഫ്രീ ആയതും ഞാനിങ്ങനെ നെഞ്ചത്തോട് അടിച്ചിട്ട് പറഞ്ഞു, ഐ കാൻ ബ്രീത്ത് എന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ അത് അവർക്ക് മനസ്സിലായില്ലെന്ന് അവർ പറഞ്ഞു. പിന്നെ ഡോക്ടർമാർ എൻ്റെ അടുത്ത് വന്നിരുന്നു. ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഇരുട്ടിലോട്ട് ഇങ്ങനെ അങ്ങ് പോവായിരുന്നു. അതിനുശേഷമാണ് ഞാൻ വെളുപ്പാങ്കാലം, പിറ്റേന്ന് ഇത് നടക്കുന്നത് ജൂലൈ 2022 ജൂലൈ 16 ഒരു വ്യാഴാഴ്ച. അപ്പൊ പിറ്റേന്ന് വെളുപ്പാങ്കാലത്ത് ഞാൻ കാണുന്നതെന്ന് വെച്ചാല്, യേശു കർത്താവ് ഇങ്ങനെ ICUന്റെ വാതിലിൽ ഇങ്ങനെ എൻ്റെ അടുത്തേക്ക് വരുന്നു. ബാക്കിൽ ഇങ്ങനെ എണ്ണിക്കൂടാൻ പറ്റാത്ത വിധം ഇങ്ങനെ തലകളുണ്ട്. ദൂതന്മാരാണോ വിശുദ്ധന്മാരാണോ എനിക്കറിയത്തില്ല. ബാക്കിൽ ഇങ്ങനെ, അപ്പൊ ഇങ്ങനെ വന്നിട്ട് എൻ്റെ ഈ വെന്റിലേറ്റർ ബെഡിന്റെ ഈ സൈഡിൽ ഇങ്ങനെ നിന്ന്, ഈ വലത്തെ സൈഡിൽ
അപ്പൊ ഞാനിങ്ങനെ പറഞ്ഞു, കർത്താവെ, ഞാൻ ഇവിടെ നിൽക്കാനല്ലല്ലോ പറഞ്ഞത്, എന്റെ കൂടെ കിടക്കണമെന്നല്ലായിരുന്നു ഞാൻ പറഞ്ഞത്. നീ പറഞ്ഞു തീരുന്നതിന് മുമ്പ് കർത്താവിന്റെ ഈ വലത് ഭാഗത്ത് ഇങ്ങനെ കിടന്നിട്ട് ആ കൈ എടുത്തിട്ട് എന്റെ നെഞ്ചത്തോട്ട് ഇങ്ങനെ വെച്ചതും ഒരു ഒരു മഞ്ഞ് ഇങ്ങനെ വന്ന് ഉള്ളിലേക്ക് വന്ന് ഇവിടെ ഇങ്ങനെ ഒരു മഞ്ഞ് ഒരു ഇത് വന്നു. ഞാൻ സുഖമായ ഒരു ഉറക്കത്തിലേക്ക് ഞാൻ പോയി. ഇതാണ് എനിക്ക് സംഭവിച്ചത്. അപ്പൊ ഞാൻ വെളുപ്പാൻ ഇങ്ങനെ ഉണർന്നപ്പോഴത്തേനും 2 സിസ്റ്റർമാരെനിക്ക് കാവലിരിക്കുക. ഒരാള് അപ്പോഴത്തേനും ഓടിപ്പോയി ഫോൺ ചെയ്യാനായിട്ട് പോയി. അപ്പൊ എനിക്ക് തലവേദന എടുക്കുമെന്ന് പറഞ്ഞു. ഞാൻ ഒരാൾ ഇഞ്ചക്ഷൻ എടുക്കാനായിട്ടൊക്കെ വന്നു. ഇത് കഴിഞ്ഞ ശേഷം എനിക്ക് പിറ്റേന്ന് രാവിലെ തൊട്ട് എനിക്ക് ശരീരം ഫുൾ വേദന എടുക്കുന്നു. ഞാൻ തുപ്പുന്നത് ഫുൾ ബ്ലഡാ, ബ്ലാക്ക് കളർ ബ്ലഡ് ഇങ്ങനെ പോകുന്നു. ഡോക്ടർമാർ വന്നിട്ട് പറഞ്ഞു, ബ്ലഡ് ഇറക്കരുത്, അത് തുപ്പിക്കളയണേന്ന് പറഞ്ഞു. അപ്പൊ ഞാനത് വൈകുന്നേരത്ത് തുപ്പിക്കളയുമായിരുന്നു. പക്ഷെ ഞാൻ ഈ കുഞ്ഞുങ്ങളോട് ചോദിക്കുന്നുണ്ട്, നഴ്സുമാരോട് ചോദിക്കുന്നുണ്ട്, എനിക്ക് എന്താ ശരീരം മുഴുവൻ വേദന. പക്ഷെ ഇവരൊന്നും പറഞ്ഞില്ല. എനിക്ക് വ്യാഴാഴ്ച കഴിഞ്ഞ് ഞായറാഴ്ച ഈ 5 ഡോക്ടർമാര്, ENT ഡോക്ടർമാര് 3 പേര്, പിന്നെ ICUന്റെ ഹെഡ്, പിന്നെ കാർഡിയോളജിസ്റ്റ് വന്നു. എന്റെ ബെഡിന് ചുറ്റും നിന്നിട്ട് എന്നോട് ചോദിച്ചു, ജയശ്രീ അന്നത്തെ ദിവസം എന്താ സംഭവിച്ചതെന്ന് വല്ല ഓർമ്മയുണ്ടോന്ന് ചോദിച്ചു. അപ്പൊ എനിക്ക് അന്നേരം ഈ സംഭവിച്ച കാര്യം ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ പെട്ടച്ചതും ഇരുട്ടിലേക്ക് പോയതും. അവ പറഞ്ഞു, ജയശ്രീ ഇറന്നു പോയിട്ടാ, ജയശ്രീ ഈ ലോകത്തിൽ ഇല്ല, ജയശ്രീ മരിച്ചുപോയി, എന്റെ മോണിറ്റർ എല്ലാം സ്ട്രേറ്റ് ലൈനായി, ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല, ജയശ്രീ കാർഡിയാക് അറസ്റ്റ് വന്നേന്ന് പറഞ്ഞു. അനി എന്നോട് പറഞ്ഞ് ശ്വാസം മുട്ട് വന്നു എന്നാണ്. പക്ഷെ എനിക്ക് കാർഡിയാക് അറസ്റ്റ് വന്നു. ജയശ്രീക്ക് CPR തന്നു. ഒരാൾ എന്റെ പുറത്ത് കയറിയിരുന്ന് ഇടിക്കുകയായിരുന്നു. എന്നിട്ട് അയൺ ബോക്സ് വെച്ച് പിടിച്ചു, കറണ്ട് പാസ് ചെയ്തു. അത് എത്ര തവണ ചെയ്തു എന്നൊന്നും ഓർക്കാൻ അറിയില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഈ ഇത്രയും ചെയ്തത് കൊണ്ട് എന്റെ ബോഡിക്കകത്ത് എന്തെങ്കിലും ഫ്രാക്ചർ വന്നോ, എന്റെ ഇന്നർ ഓർഗൻസിന് എന്തെങ്കിലും തകരാറ് വന്നോ എന്നുള്ളത് അവര് ഡെയിലി പിറ്റേന്ന് തന്നെ സ്കാനിങ് മെഷീൻ ICUയിൽ കൊണ്ടുവന്നിട്ട് ഫുൾ ബോഡി ചെക്കപ്പ് നടത്തുക. ഇവർക്ക് അത്ഭുതമാണ്. എനിക്ക് ആ വെന്റിലേറ്റർ ഭാഗത്ത് എന്റെ മോണയ്ക്കോ പല്ലിനോ ഒന്നും പറ്റിയില്ല. ഇത് ചെയ്തിട്ട് എന്റെ വാരിയെല്ലാം ഒന്നും ഒടിഞ്ഞില്ല. അപ്പോ അവിടെ ദൈവത്തിന്റെ ആ ഒരു ഇത്. അപ്പൊ പറഞ്ഞു, ജയശ്രീ അവര് ഡോക്ടർ പറഞ്ഞ വാക്കിതാണ്, ഒരു സൂപ്പർ നാച്ചുറൽ ഇടപെടൽ ഇല്ലാതെ ജയശ്രീ തിരുമ്പി വരമാട്ട. അത് എന്താണെന്ന് അറിയാനായി ഞങ്ങൾ എല്ലാരും കൂടെ ഇന്നിവിടെ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് അനുഭവം കേൾക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ എന്റെ ദൈവത്തെ മഹത്വപ്പെടുത്താൻ, എന്റെ കർത്താവൻ വന്നതും എനിക്ക് ജീവനിട്ട് തന്നതും ആ ഡോക്ടർമാരോടെല്ലാം ഞാൻ പറഞ്ഞു. ആ ഹോസ്പിറ്റൽ മുഴുവനും ഒരു അത്ഭുതമാക്കി കർത്താവിനെ നിർത്തി. ദൈവനാമം മഹത്വപ്പെടുമാർ എന്റെ ജീവിതത്തെ കർത്താവ് തന്നു. അത് ലാസറിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചതുപോലെ എന്റെ കർത്താവ് എന്നെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ച് കർത്താവിന്റെ വേലയ്ക്ക് ഞാനും എന്റെ കുടുംബവും ഇന്ന് സമർപ്പിക്കുന്നു. ഞാനും എന്റെ കുടുംബവും ഞങ്ങള് കർത്താവിനെ സേവിക്കും. യഹോഭക്തി ഞങ്ങളുടെ നിക്ഷേപമായിരിക്കും. ഞങ്ങളുടെ നിക്ഷേപം യഹോഭക്തി തന്നെ ആയിരിക്കുമെന്ന് ഡെയിലിയുള്ള എൻ്റെ ഒരു പ്രാർത്ഥനയാണ് സിസ്റ്ററെ. ഇന്ന് ദൈവം ഞങ്ങളെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നു അവിടുത്തെ വേലയ്ക്കായിട്ട്. എന്റെ പ്രാർത്ഥനയും അത് തന്നെ. കർത്താവ് ലോകസ്ഥാപനത്തിന് മുമ്പേ ഞങ്ങളെ തെരഞ്ഞെടുത്തതാണെന്നും ആ കർത്താവിന്റെ വേലയ്ക്ക് കർത്താവിന്റെ ഒരു ദൗത്യം കർത്താവ് ഞങ്ങളുടെ മേൽ ഇട്ടത് അത് ജയകരമായി പൂർത്തിയാക്കി. പറഞ്ഞ പിതാവിന്റെ സന്നിധിയിൽ നിൽക്കുമ്പോൾ നല്ലോണം വിശ്വസമായ ദാസിയെ എന്നുള്ള വിളി കേൾക്കണമേ എന്നുള്ള പ്രാർത്ഥന മാത്രമേ ഇപ്പൊ എനിക്ക് എന്റെ കുടുംബത്തിനുള്ളത്. എല്ലാ മൊത്തം എന്റെ കർത്താവിന്, എന്റെ ജീവിതവും കർത്താവിനായി സമർപ്പിക്കുന്നു. സ്വതന്ത്രം. ഒരു സർജറിയുടെ പിൻപിൽ ദൈവിക പ്ലാനുകളായിരുന്നു അല്ലേ? അതെ അതെ. ഇതിലൂടെ വിശ്വാസത്തിൽ അധികം വർദ്ധിച്ചു വരുവാനും ദൈവനാമം തീർച്ചയായും വിശ്വാസത്തിൽ വർദ്ധിച്ചു വരിക എന്ന് വെച്ചാല് സിസ്റ്റർ, അത് ഏകസത്യ ദൈവം കർത്താവ് യേശു മാത്രമേ ഉള്ളൂ എന്നും സ്വർഗസ്നായ പിതാവ് ദൈവത്തിലേക്കുള്ള വഴി യേശു മാത്രമാണെന്നും നമുക്കൊരു മധ്യസ്ഥനായിട്ട് യേശു കർത്താവ് ഉണ്ടെന്നും ഇപ്പൊ എന്താ പറയുന്നത് ഉറപ്പെന്ന് വെച്ചാല് നമ്മളെ കാലുകൾ വഴുതാതെ പാറമേൽ നിർത്തി, ക്രിസ്തു ആകുന്ന പാറമേൽ നിർത്തി എന്ന് പറയുന്നത് പോലെ ആ ഉറപ്പായി എനിക്ക് എന്റെ കുടുംബത്തിനും. ഒരു എന്ത് കുലുങ്ങുന്ന സംഗതികൾ വന്നാൽ പോലും കർത്താവിലോട്ട് നോക്കുക, കർത്താവിന് മാത്രം ആശ്രയിക്കുക. അനുഭവങ്ങൾ ഒരുപാട് എന്റെ കർത്താവ് ബലപ്പെടുത്തി കർത്താവ് ഇനി അനേകരെ ഞാൻ ബലപ്പെടുത്തുന്നു. എന്റെ ഈ അനുഭവം കൊണ്ട് ഞാൻ അവരോടും പറഞ്ഞ് ഞാൻ അവരെയും ബലപ്പെടുത്തുന്നു. സ്തോത്രം.
തീർച്ചയായിട്ടും നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. കാരണം ബ്രദറിൻ്റെതായ അസുഖത്തിന്റെ അനുഭവത്തിലും സുഖമില്ലായ്മയിലും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്ന സമയത്തും കരം വെച്ച് പ്രാർത്ഥിച്ച് വിടുതലെടുത്തതെന്ന് പറയുമ്പോൾ അതൊരു വലിയ മിറക്കിളാണ്. അപ്പോൾ ബ്രദറും കുടുംബവും ഒക്കെ ഇപ്പൊ ആയോ? എല്ലാവരും വിശ്വാസത്തിൽ വന്നു സിസ്റ്ററെ. അനിയന് സാക്ഷ്യമുണ്ട്. അത് ഞാൻ വിവാഹത്തോടനുബന്ധിച്ചുള്ള കാര്യങ്ങളെന്ന് വെച്ചാൽ, വിവാഹം കഴിഞ്ഞ് വന്നതിന് ശേഷം ഒരുപാട് ഇതിലൂടെ, വിവാഹത്തിന് ശേഷമുള്ള ഒരുപാട് കുടുംബ പ്രശ്നങ്ങളിലൂടെ ഒരുപാട് കടന്നു പോകേണ്ടി വന്നു. അവിടെയൊക്കെ ഞാൻ ഒറ്റപ്പെട്ടു പോയ സമയത്താണ് എൻ്റെ സഹോദരന് മെനിഞ്ചൈറ്റിസ് വരുന്നത്. ഞാൻ യേശുവിനെ എനിക്ക് കിട്ടുന്നത്. സത്യം പറഞ്ഞാൽ ഒറ്റപ്പെട്ടായിരിക്കുന്ന സമയം ഞാൻ സ്കൂളിൽ വർക്ക് ചെയ്യായിരുന്നു. ഞാൻ BEd കഴിഞ്ഞതാണ്. PGDCA PGDCP ഒക്കെ ഞാൻ പഠിച്ചു കഴിഞ്ഞ വ്യക്തിയാണ്. സ്കൂളിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നു. എനിക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകാൻ താമസം ഉണ്ടായി എന്ന് പറഞ്ഞപ്പോൾ, ആദ്യത്തെ കുഞ്ഞ് ഞാൻ പ്രഗ്നന്റ് ആയപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു ബെഡ് റെസ്റ്റ് ആയിരിക്കണം, കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് ആയിരിക്കണം, ഇടതുവശം ചരിഞ്ഞേ കിടക്കാവൂ. അതുകൊണ്ട് സ്കൂളിൽ ജോലി റിസൈൻ ചെയ്തിട്ടാണ് നിന്നത്. അതിനുശേഷം പിന്നെ കുഞ്ഞായതിനു ശേഷം പിന്നെ വീണ്ടും ജോലിക്ക് പോകാമെന്ന് വിചാരിച്ചു. പക്ഷെ അപ്പോഴേക്കും ഇദ്ദേഹം ഗൾഫിൽ പോയപ്പോൾ അദ്ദേഹത്തിന്റെ ജോലികൾ ഞാൻ ഏറ്റെടുത്ത് ചെയ്യാൻ തുടങ്ങി. എൻ്റെതായ ഒരു ഇത് മാറ്റി വെച്ചു ഞാൻ. അപ്പോൾ എനിക്ക് ഒരുപാട് ലോൺലിനെസ് എൻ്റെ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വന്നപ്പോൾ ആ സന്ദർഭത്തിൽ എനിക്ക് എൻ്റെ യേശുവിനെ കിട്ടി. ഞാൻ എൻ്റെ കർത്താവായിരുന്നു എനിക്കെല്ലാം, എൻ്റെ കൂട്ടുകാരനും എല്ലാം എനിക്കായിരുന്നു. അപ്പോഴ് ഇവര് എൻ്റെ ബാക്കിയുള്ളവർ കാണിക്കുന്ന കള്ളത്തരങ്ങൾ, അവർ എന്നെ മറച്ച് ചെയ്യുന്ന കാര്യങ്ങൾ, സത്യം പറഞ്ഞാല് അത് എൻ്റെ മുമ്പിൽ ഇങ്ങനെ ഒരു സ്ക്രീനിലെന്ന പോലെ കാണാൻ തുടങ്ങി. അപ്പൊ ആദ്യം ഞാൻ ഇത് ചെയ്യുമ്പോൾ ഇവർക്ക് ആദ്യം പേടി വന്നു. ഇവർക്ക് മൊത്തത്തിൽ ഇവർക്ക് പേടിയായി, എൻ്റെ കൂടെ നിൽക്കുന്നവർക്കെല്ലാം പേടിയായി. ഇവർക്ക് എന്തോ ഒരു ഇതുണ്ടല്ലോ, ഇവർക്ക് എന്തോ ശക്തിയുണ്ട്, എന്തോ ഇതുണ്ടെന്ന് പറയുമായിരുന്നു. പക്ഷെ അതെന്റെ കർത്താവ് എൻ്റെ കൂടെ നിന്ന് ഇത് ചെയ്യുന്നതായിരുന്നു. അങ്ങനെയാണ് ഇവരെല്ലാവരും പറഞ്ഞ് ഇവളെ ഇതിൽ നിന്ന് മാറ്റണം, ഇവളെ ഇത് പ്രാർത്ഥനയിൽ നിന്ന് മാറ്റണം എന്ന് പറഞ്ഞ് അതിന്റെ ഒരുപാട് കാര്യങ്ങളിലേക്ക് എന്നെ വലിച്ചുകൊണ്ടുപോയി. എനിക്ക് 2006 ഞാൻ സ്നാനപ്പെട്ട ശേഷം 2008 എൻ്റെ ചർച്ചിൽ പോകാനോ വീട്ടിലിരുന്ന് ആരാധിക്കാനോ എനിക്ക് പറ്റാത്ത അവസ്ഥയായി. ബൈബിള് വായിക്കാൻ പറ്റത്തില്ല, ഒരു മെസ്സേജ് കേൾക്കാൻ പറ്റത്തില്ല, ആരെയും വിളിക്കാൻ പറ്റത്തില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലൂടെ ഞാൻ കടന്നുപോയി. പക്ഷെ എൻ്റെ കർത്താവിനോട് ഒരു സന്ദർഭത്തിൽ ഞാൻ പറഞ്ഞു. ഇവര് എന്നെ പലയിടത്തും കൊണ്ടുപോയി, പല അമ്പലങ്ങളിൽ കൊണ്ടുപോയി. ഞാൻ ശിവകുമാർ സാറിനോട് ഞാൻ വിളിച്ചു, സാർ എന്നോട് അമ്പലത്തിൽ പോകാൻ പറയുന്നു. അപ്പൊ സാറിനോട് ചോദിച്ചു, ജയശ്രീയുടെ ഉള്ളിൽ ആരാ? ഞാൻ പറഞ്ഞു യേശുവാ. ധൈര്യമായിട്ട് അവിടെ പോയി നീ യേശുവിനെ വിളിക്കും ജയശ്രീ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അങ്ങനെ പോയി അവിടെ നിന്ന് ഞാൻ യേശുവിനെ വിളിക്കും. അവിടെ പോയി ഞാൻ വിളിക്കുന്ന യേശുവിനെയാണ്. പക്ഷെ ഒരു സന്ദർഭത്തിൽ ഞാൻ എൻ്റെ കർത്താവിനോട് പറഞ്ഞു, എനിക്കിനി വയ്യ, എനിക്ക് എൻ്റെ കുടുംബത്തെ എനിക്ക് തരണം. അപ്പൊ കർത്താവ് എനിക്ക് തന്ന ഒരു വാഗ്ദത്തമാണ്, യേശുക്രിസ്തുവിൽ വിശ്വസിച്ചാൽ നീ നിന്റെ കുടുംബം രക്ഷ പ്രാപിക്കും. ഈ വാഗ്ദത്തം ക്ലെയിം ചെയ്ത് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. എൻ്റെ ജീവിത പങ്കാളി വിശ്വാസത്തിലായി. അത് സാക്ഷ്യം വളരെ നല്ലൊരു സാക്ഷ്യമാണ്. അത് കഴിഞ്ഞ് എൻ്റെ അമ്മ, അനിയൻ, കുടുംബം, പിന്നെ എൻ്റെ മാമന് കുടുംബം. അവിടുന്ന് ഇങ്ങനെ എന്താ പറഞ്ഞ ലിങ്ക് ചെയ്ത് ഇപ്പൊ പോയി ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് കുറെ പേര് വിശ്വാസത്തിൽ വന്നു. ദൈവം വലിയവൻ. സ്തോത്രം. അപ്പൊ പിള്ളേര് അവരും എല്ലാരും വിശ്വാസത്തിലാണല്ലോ ഇപ്പം? മക്കള് രണ്ടുപേരും വിശ്വാസത്തിലാണ്. ഒരാള് ക്വയറിൽ നിന്ന് ആരാധനയ്ക്കൊക്കെ നിൽക്കുന്ന ഒരാളാണ്. രണ്ടുപേരും ഞങ്ങള് നാല് പേരും കുടുംബമായിട്ട് കർത്താവിന്റെ വേലയില. ദൈവം ഭക്തതയില്ല. അത് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, സഹോദരിമാരുടെ പറയാനുള്ളതെന്ന് വെച്ചാൽ, നമുക്ക് ഒരുപാട് കാര്യങ്ങളിൽ കൂടി നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്ക് ആരോടും ഷെയർ ചെയ്യാനും പറ്റത്തില്ല. നമ്മൾ അതും സഫർ ചെയ്യണം. ഹസ്ബൻഡിന്റെ ഭാഗത്തു നിന്നുള്ള, മക്കളുടെ ഭാഗത്തു നിന്നും കുടുംബക്കാരുടെ ഭാഗത്തു നിന്നും എല്ലാം നമ്മൾ ഓരോന്നും കേട്ട്. പക്ഷെ അത് നമ്മൾ ഉള്ളിലേക്ക് നമുക്ക് നല്ലൊരു പങ്കാളിയുണ്ട്, കർത്താവ്. സത്യം, കർത്താവ് നമ്മുടെ ഒരു നല്ല പങ്കാളി, കൂട്ടുകാരൻ, ചങ്ങാതി. പിന്നെ ഞാൻ പറയാം എന്റെ ചങ്കാന്നാ പറയുന്നത്. പിന്നെ എന്റെ പറയുന്ന വഴികാട്ടി ഉണ്ടല്ലോ, നമ്മൾക്ക് ബൈബിളിൽ പറയുന്നുണ്ടല്ലോ. അതുപോലെ കർത്താവിനെ എല്ലാം പറയുക. സത്യം എന്താ വഴിയും സത്യവും ജീവനും ഞാനാകുന്നു എന്ന് പറഞ്ഞ കർത്താവ് അതിനകത്തെല്ലാം നമുക്ക് വഴി തരും. എനിക്കറിയത്തില്ലായിരുന്നു സിസ്റ്ററെ ആ സമയത്തൊക്കെ. എന്ന് വെച്ചാൽ എനിക്ക് അങ്ങനെ ബൈബിള് വായിക്കുമ്പോൾ അധികം മനസ്സിലാവത്തില്ല ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ എൻ്റെ കാര്യം മുഴുവനും ഞാൻ കർത്താവിനോട് സംസാരിക്കും, കർത്താവിനോട് പറയും. എനിക്കറിയില്ല, കർത്താവ് എന്നെ അത്ഭുതമായിട്ടാണ് വഴി നടത്തിയ കർത്താവാണ് അന്ന് അത് ഓരോന്നും എനിക്ക് ക്രമീകരിച്ച് തന്നതെന്ന് ഇന്ന് ഞാൻ അറിയുന്നു. എനിക്ക് കിട്ടിയൊരു പിടിവള്ളി, എനിക്ക് അച്ഛത്തിനും വീട്ടിൽ ഞാൻ അതിനെ മുറുക്കെ പിടിച്ചു. ഈ സഹോദരിമാരോട് പറയാനുള്ളതാ.
ഒരുപാട് പേര് പ്രാർത്ഥനയ്ക്ക് വിളിക്കുന്നവർക്കൊക്കെയും പലതിൽ കൂടെ കടന്നു പോകുന്നുണ്ട്. പക്ഷെ ഏത് സാഹചര്യത്തിൽ കൂടി കടന്നു പോയാലും ആ സാഹചര്യത്തിൽ നമ്മൾ എന്താണെന്ന് ഒരു സെൽഫ് ഇവാലുവേഷൻ എടുത്ത് നമ്മൾ അതിനെ കർത്താവിനെ ഏൽപ്പിച്ചിട്ട് മുന്നോട്ട് പോയി എന്റെ സകല ചിന്താകുലവും എന്റെ മേൽ ഇട്ടുകൊള്ളു എന്ന് പറഞ്ഞ കർത്താവ് സത്യം. അന്ന് ആൾക്കാർ എന്നോട് പറയും ടെൻഷൻ വിട്, അങ്ങ് കർത്താവിനെ ഏൽപ്പിക്കുന്നു. അപ്പൊ ഞാൻ ഇവർക്കൊക്കെ അങ്ങനെ പറയാം, ഞാനല്ലേ അനുഭവിക്കുന്നത്, ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. പക്ഷെ പിന്നെ ഒരു അവസരത്തിൽ നമുക്കൊന്നും പറ്റത്തില്ലല്ലോ, നമ്മളെ കൊണ്ട് പറ്റത്തില്ല എന്ന് പറയുന്ന ഒരു അവസരത്തിൽ പിന്നെ അങ്ങോട്ടല്ലേ ഉള്ളൂ ശരണം. അങ്ങനെ വന്നപ്പോഴിപ്പം ഞാൻ പറയുന്നുണ്ട്, അത് അക്ഷരാർത്ഥത്തിൽ അത് അങ്ങനെ തന്നെ നിസ്സാര ഒരു കാര്യത്തിന് പോലും ചെയ്തു കഴിഞ്ഞാൽ, നമ്മൾ ഈ ദൈനംദിന കാര്യത്തിൽ പോലും ചെയ്താൽ കർത്താവിന്റെ ശബ്ദവും കേട്ട് കർത്താവിന്റെ നിർദ്ദേശപ്രകാരം സിസ്റ്റർ വളരെ വളരെ അനുഗ്രഹപ്രകാരമായിട്ട് എന്റെ കുടുംബവും ഞാനും പോകുന്നത്. എന്റെ കുടുംബത്തിന്റെ സകല കർത്തൃത്വം എന്റെ കർത്താവിന്റെ കയ്യിൽ ഏൽപ്പിക്കുന്നു എന്ന് ഞാൻ രാവിലെ പറയും. തീർച്ചയായിട്ടും ലോക സ്ഥാപനത്തിന് മുൻപേ കർത്താവ് ക്രിസ്തുവിൽ തിരഞ്ഞെടുത്ത് വെച്ചിരുന്നതാണ്. അതുകൊണ്ടാണ് ഈ ഒരു അവസ്ഥ വരെയും എത്തിച്ചേരുവാനായിട്ട് ദൈവം ഇടയാക്കിയത്. അല്ലായിരുന്നുവെങ്കിൽ മറ്റ് മനുഷ്യരെ പോലെ എന്താ ലോകപ്രകാരം നമ്മൾ അനേക ദൈവങ്ങളെ സേവിച്ചു കൊണ്ടിരുന്നു. എന്നാൽ സത്യേക ദൈവം ഒരുവൻ മാത്രമേ ഉള്ളൂ, അത് കർത്താവായ യേശു ക്രിസ്തു മാത്രമാ. അങ്ങനെയെങ്കിൽ ആ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുവാൻ ഞാനും എന്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ ആശ്രയിക്കുന്നു. അത് യോശുവ പറഞ്ഞതുപോലെ കർത്താവിന് വേണ്ടി വിളിച്ച് വേർതിരിക്കപ്പെട്ട ഒരു കുടുംബമാണ്. ആകയാൽ കർത്താവിന്റെ നാമത്തിന് വേണ്ടി ഇന്ന് നിലകൊള്ളണം. കർത്താവിന്റെ നാമത്തിന് വേണ്ടി അനേകരെ ഈ ക്രിസ്തുവിലേക്ക് അടുപ്പിക്കണം. അതൊക്കെ ദൈവിക പ്ലാനുകളായിരുന്നു. തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ ഒരു ശോധന ഉണ്ടായ എങ്കിൽ അത് ആ ശോധന ഒരു സ്വർണം എടുത്ത് നോക്ക, അത് തീയിൽ ശോധന കഴിക്കുമ്പോൾ അതിന്റെ കീടം മാറിയത് തിളക്കമുള്ളതും പ്രയോജനമുള്ളതുമായി മാറുന്നത് പോലെ നമ്മുടെ ജീവിതത്തിലും നമ്മെ തിളക്കമുള്ളവരാക്കി മാറ്റുവാൻ, നമ്മുടെ ജീവിതത്തിൻ്റെതായ അനുഭവങ്ങളെ നമ്മളെ പൂർണ്ണതയുള്ളവരായി തികവുള്ളവരാക്കി മാറ്റുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ദോഷങ്ങളാൽ പരീക്ഷിക്കുന്ന ദൈവത്തെ അല്ല നമ്മൾ സേവിക്കുന്നത്. ദൈവം സകലവും നന്മയ്ക്കായിട്ട് ചെയ്യുന്ന ദൈവമാണ്. ഒരുപക്ഷെങ്കിൽ ഇനിയും സിസ്റ്റർക്ക് 1000 അനുഭവ സാക്ഷ്യങ്ങൾ പറയുവാൻ കാണും. കാരണം ജീവിതത്തിൻ്റെതായിട്ടുള്ള ഓരോ സെക്കൻഡ്സിലും നമ്മൾ അനുഭവങ്ങളാണ് അല്ലെ. അപ്പം ഞാൻ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ സിസ്റ്റർ, ഈ വിശ്വാസത്തിൽ വന്നതിന്റെ പേരിൽ ഇനി ബന്ധുക്കള് സഹോദരങ്ങളായിട്ടുള്ള പ്രിയപ്പെട്ടവരൊക്കെ വിശ്വാസത്തിൽ വന്നു എങ്കിലും ഇപ്പോഴും പ്രയാസങ്ങൾ കാണുമായിരിക്കുമല്ലോ. ആദ്യ സന്ദർഭത്തിൽ ഞാൻ വരുമ്പോഴ് ആദ്യം അവരൊന്നും മിണ്ടിയില്ല. പക്ഷെ ഞാൻ പറഞ്ഞില്ല, ഞാൻ കർത്താവിനോട് അങ്ങ് അടുത്തപ്പം എനിക്ക് ഇവരെല്ലാവരും എന്നെ അകറ്റാൻ തുടങ്ങിയപ്പോഴ് ഒരുപാട് ഇതിലൂടെ കടന്നു പോയപ്പോൾ കർത്താവ് അത് അനിയന്റെ സാക്ഷ്യം പറയുമ്പോഴാണ് അത് പൂർണ്ണമാവുന്നത്. അപ്പൊ അതില് വന്നപ്പോ ഇവരാദ്യം ഞാൻ യേശുവിലോട്ട് അവളെ എല്ലാവരെയും പിടിച്ച് ക്രിസ്ത്യാനിയാക്കുക എന്ന് പറഞ്ഞു. പക്ഷെ അനിയണ്ണൻ ആദ്യത്തെ ഇൻസിഡന്റ് കഴിഞ്ഞു, രണ്ടാമത് അദ്ദേഹത്തിന് ക്യാൻസർ വന്നു. അപ്പൊ അനിയണ്ണന്റെ തന്നെ ബന്ധുക്കള് കുഞ്ഞമ്മമാരാവട്ടെ എല്ലാവരും പറഞ്ഞത്, പിന്നെ അവളുടെ ദൈവം രക്ഷിക്കും. രൂത്തിനോട് രൂത്ത് നവമിയുടെ നിന്റെ ദൈവം എന്റെ ദൈവം എന്ന് പറഞ്ഞതുപോലെ അവര് പറഞ്ഞാണ്, നിന്റെ ദൈവം അവനെ രക്ഷിക്കും. ഞങ്ങൾക്ക് അതുകൊണ്ട് അവനെ കുറിച്ച് ഞങ്ങൾക്ക് ആകുലതയില്ല എന്ന് എൻ്റെ കുഞ്ഞമ്മമാര് എന്റെ കുഞ്ഞമ്മമാര് പറഞ്ഞു. ഇപ്പോഴും ഞാൻ പൊട്ടിടാറില്ല. അപ്പോ തമിഴ്നാട്ടിൽ അറിയാമല്ലോ സിസ്റ്ററൊക്കെ, പൊട്ട് ഇവിടെ പിന്നെ മഞ്ഞള് പിന്നെ പൂ പിന്നെ സ്വർണം താലി ഇതൊക്കെ വേണം. പക്ഷെ ഇതൊന്നും ഇടുന്നില്ല. പക്ഷെ അവരാരും ഇപ്പൊ എന്നെ ഒന്നും പറയത്തില്ല. അവര് സത്യം എന്റെ ജീവിതം കൊണ്ട് ഇതിപ്പോ ഞാന് അവരുടെ മുന്നിൽ ദൈവം നമ്മൾ വിലയേറിയവരും മാന്യരുമാക്കി തീർക്കുമെന്ന് പറഞ്ഞതുപോലത്തെ അവസ്ഥയിലൂടെയാണ് ഞാനിപ്പോ കടന്നു പോകുന്നത്. എന്റെ കുടുംബക്കാർക്ക് എല്ലാവർക്കും ഞാൻ വിലയേറിയതും മാന്യമായി കർത്താവ് എന്നെ നിർത്തിയിരിക്കുക, എന്നെയും എന്റെ കുടുംബത്തിൽ. അവര് എന്റെ അച്ഛന്റെ കുടുംബമായാലും ഞമ്മളെ വലിയൊരു കുടുംബക്ഷേത്രമുണ്ട്, അവിടുത്തെ എല്ലാം സ്റ്റോപ്പ് ചെയ്തു. എന്റെ അമ്മ സ്റ്റോപ്പ് ചെയ്തു. അപ്പൊ അവർക്കും എല്ലാവർക്കും അറിയാം അത് വലിയൊരു കുടുംബം. എന്റെ അച്ഛന്റെ കുടുംബം എന്ന് പറയുന്ന വലിയ കുടുംബം. 6 മക്കളാണ്. അച്ഛന് 6 പേരാണ് സഹോദരങ്ങളുള്ളത്, 3 പെണ്ണുങ്ങൾ, ഇവർ 6 ആണുങ്ങളുമാണ്. അതില് ഏറ്റവും 7ാമത്തെ ആളാണ് എന്റെ അച്ഛൻ, എന്റെ അപ്പ.
ഓരോരുത്തരും ഓരോ മുതലാളിമാരാണ്. എല്ലാവരും സാമ്പത്തികമായിട്ടും എല്ലാം വലിയ വലിയ കുടുംബക്കാരാണ്. പക്ഷെ ഇവരും എല്ലാവരും ഞങ്ങള് കടന്നുപോയ വഴികളെല്ലാം അവരുടെ കൺമുമ്പിൽ കണ്ടയാ. അതായത് കർത്താവിനെ രുചിക്കുന്നത് അവർ കണ്ടു. അതുകൊണ്ട് ആർക്കും ഒന്നും പറയാനില്ല. ആദ്യമൊക്കെ വരുന്ന പറഞ്ഞതേ പോലെ അവരാരും ഒന്നും ഇപ്പൊ പറയാറില്ല. തീർച്ചയായിട്ടും തുടർന്നും അനേകായിരങ്ങൾക്കൊരു വഴികാട്ടിയായി നിൽക്കട്ടെ എന്ന് വളരെ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. എന്തായാലും നമുക്ക് പ്രതിസന്ധികളുണ്ട്, എന്നാൽ പ്രതികൂലങ്ങളിൽ തളരാതെ കർത്താവിന്റെ വചനം പറയുന്നു, നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുതേ, എന്നിൽ വിശ്വസിപ്പീൻ, എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. കർത്താവ് വാക്ക് പറഞ്ഞാൽ മാറാത്ത ദൈവമാ. കർത്താവ് ഇരിക്കുന്നിടത്ത് നമ്മളെ ചേർത്ത് കൊണ്ട് പോകുവാൻ കർത്താവ് വീണ്ടും കടന്നു വരും. ആകയാൽ പരിശുദ്ധനായ ദൈവത്തോടൊത്ത് വസിക്കേണ്ട ഒരു അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ദൈവം നൽകി തരും. അതുകൊണ്ട് അവന്റെ മണവാട്ടി പദം അലങ്കരിച്ചിരിക്കുന്ന നമ്മൾ, എൻഗേജ്മെന്റ് കഴിഞ്ഞവരായ നമ്മൾ, കർത്താവ് തൻ ഗംഭീരനാഥത്തോടും ധാനദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടു കൂടി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ ആദ്യം അവനെ എതിരേൽപ്പാൻ വാനമേഘങ്ങളിൽ എടുക്കപ്പെടുമ്പോൾ ജീവനോടെ ശേഷിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും ദൈവം അവസരം ഒരുക്കി തന്നിരിക്കുക. ആകയാൽ കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുകയാണ്. ഞാൻ ഒരു കാര്യം പറയാം. നമുക്ക് മതങ്ങളല്ല നമ്മളെ രക്ഷിക്കുന്നത്, നമ്മുടെ മനസ്സ് മാറണമെന്നുള്ളതാണ്. ആകയാൽ നമ്മുടെ മനസ്സ് മാറിയാൽ ദൈവഹിതം നമുക്ക് തിരിച്ചറിയാൻ, മനുഷ്യനെ മനുഷ്യനായി സ്നേഹിക്കുവാൻ, അവരെ മനുഷ്യരായി കരുതുവാൻ ഒക്കെ നമുക്ക് സാധിക്കും. അനേകരുടെ കഷ്ടങ്ങളിൽ നമുക്ക് അവരോട് സഹതാപം തോന്നുവാൻ ഇടയാകും. ഇന്ന് രാത്രികാലം നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു വലിയ വ്യത്യാസം വന്നുവെങ്കിൽ അത് തന്നെയാണ് നമ്മുടെ വിജയം എന്ന് പറയുന്നത്. ആകയാൽ ഈ ദിവസങ്ങളിൽ നശിച്ചു പോകാതെ ദൈവകൃപ ഏറ്റെടുത്തുകൊണ്ട് മുന്നേറുവാൻ ദൈവം ഇടയാക്കിയല്ലോ. അനേകായിരങ്ങൾക്ക് ഇനിയും കർത്താവിന്റെ ദാസി ഒരു സാക്ഷ്യമായി മാറട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. തുടർന്ന് കർത്താവിന്റെ നാമത്തിന്റെ മഹത്വം വെളിപ്പെടുത്തേണ്ടതിന് ഒരിക്കൽ കൂടി കർത്താവ് സഹായിക്കട്ടെ. കർത്തദാസിനെ ദൈവം അനുഗ്രഹിക്കട്ടെ, മക്കളെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ ദിവസങ്ങളിൽ സഹോദരന്മാർ രണ്ടുപേരും ജീവനോടെ ശേഷിക്കുന്നുവല്ലോ, അല്ലെ? തീർച്ചയായിട്ടും. രണ്ടുപേരുടെയും ശാരീരിക ബുദ്ധിമുട്ടിന്റെ നടുവിലും രോഗത്തിന്റെ നടുവിലും പ്രാർത്ഥനയാൽ വിടുതൽ ഏറ്റെടുത്തുവെങ്കിൽ, മരണം ഡോക്ടേഴ്സ് വിധി എഴുതിയെങ്കിൽ, നമ്മുടെ കർത്താവ് ജീവിക്കുന്ന ദൈവമാ. മരണത്തിൽ നിന്നും അവരെ ജീവനിലേക്ക് നയിക്കുവാൻ, മാത്രമല്ല നിത്യജീവങ്കിലേക്ക് അവരെ എത്തിക്കുവാൻ, അവരുടെ ആത്മാവിന്റെ വിടുതൽ കൂടി കർത്താവ് കണ്ടുകൊണ്ട് അവരെ കൃപയിലേക്ക് കൊണ്ടുവരാൻ ഇടയാക്കി. അതിന് അവരുടെ പെങ്ങളായിരിക്കുന്ന ജയശ്രീയാണ് കാരണം. കർത്താവിലുള്ള വിശ്വാസം, അതിനും തന്റെ ഒരു ഫ്രണ്ട് മുഖാന്തരമാണ് ജീവിക്കുന്ന ദൈവത്തെ കണ്ടെത്തുവാൻ ഇടയാക്കിയത്. ആകയാൽ ഇന്ന് രാത്രികാലം എനിക്കൊരു കാര്യമേ പറയുവാനുള്ളൂ. നമ്മൾ മുഖാന്തരം, അല്ലെങ്കിൽ മറ്റുള്ളവർ മുഖാന്തരം നമ്മൾ കർത്താവിനെ കണ്ടുവെങ്കിൽ, നമ്മൾ മുഖാന്തരം, നമ്മുടെ ജീവിത മുഖാന്തരം അനേകായിരങ്ങൾ കർത്താവിനെ കാണുവാൻ ഇടയാകണം. അതിനായിട്ട് നമുക്ക് പരിശ്രമിക്കാം, വിശുദ്ധിയോടെ ജീവിക്കാം, മാതൃക പിൻപറ്റുവാൻ കർത്താവ് പറഞ്ഞിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് എന്റെ കാൽച്ചുവടുകളെ പിൻപറ്റുവാൻ ഒരു മാതൃക വെച്ചേച്ചു പോകുന്നു. ആകയാൽ ആ കർത്താവിന്റെ കാൽച്ചുവടുകളെ പിൻപറ്റുവാൻ, ആ മാതൃകയെ പിൻപറ്റുവാൻ, വിശുദ്ധിയോടെ ജീവിക്കുവാൻ, നിത്യതയ്ക്കായിട്ട് ഈ രാത്രി വേളയെങ്കിൽ നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവ് അതിനെ സഹായിക്കട്ടെ. സിസ്റ്ററെ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. അനേകായിരങ്ങൾക്ക് ഒരു ആശ്വാസവും തണലുമായി കർത്താവ് മാറ്റട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന സമയത്തിന്റെ പരിമിതി കൊണ്ടാണ് സാക്ഷ്യങ്ങൾ കുറച്ച് പറഞ്ഞതെന്ന് എനിക്കറിയാം. എങ്കിലും മറ്റൊരു പ്രാവശ്യം, മറ്റൊരു ദിവസം നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. തന്റെ ജീവിതത്തിൽ ഇനി വിട്ടുപോയിട്ടുള്ള സാക്ഷ്യങ്ങളൊക്കെ നമുക്ക് കേൾക്കുവാൻ ഇടയാക്കും. കർത്താവ് അതിനിടയാക്കട്ടെ. പ്രിയ പ്രേക്ഷകരെ, ഈ കർത്തദാസിക്കായിട്ട് സ്തോത്രം. കർത്താവിന്റെ ദാസിയെ നിങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കണം. കുടുംബമായിട്ട് അനേക സാക്ഷ്യങ്ങൾ പറയുവാനുണ്ടെങ്കിലും ആമേൻ, താൻ വളരെ തിരക്കുകളുടെ നടുവിലായിരിക്കുന്നു. എങ്കിലും കർത്താവ് ഇന്ന് രാത്രി വേളയെങ്കിൽ നമ്മോടൊത്ത് കൂട്ടിവരുത്തി കർത്തദാസി ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം. അവരുടെ നിലനിൽപ്പിന് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്നപേക്ഷിച്ചുകൊണ്ട് ഒരു വാക്കിൽ, കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ അഭിഷിക്തി ഇത്രത്തോളം സഹായിച്ചല്ലോ, കൃപയിൽ പരിപാലിച്ചല്ലോ. ശാരീരിക, മാനസിക, ആത്മീയ, സാമ്പത്തിക മേഖലകളിൽ ദൈവത്തിന്റെ കരം കൂടെ ഇരിക്കണം. കർത്താവിന്റെ ബലമാർന്ന കരം മക്കളെ താങ്ങി നടത്തണം. അതിനായിട്ട് ഏൽപ്പിക്കുന്നു. അങ്ങ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ ചോദിക്കുമ്പോൾ ദയതോന്നി കേൾക്കണം. സ്വർഗീയ നല്ല പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. ഗോഡ് ബ്ലെസ് യു ഓൾ. മറാനാഥ.
പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്.